എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് മുസാഫർപൂരിൽ നിന്നും ഡാർജിലിംഗിലേക്കുള്ള യാത്രയാണ്. കാഴ്ചകളിലേക്കും യാത്രയിലേക്കും എല്ലാവർക്കും സ്വാഗതം. വെൽക്കം കൊൽക്കത്ത അല്ലേ? സിക്കിമിൽ നിന്ന് വെൽക്കം ടു വെസ്റ്റ് ബംഗാൾ. ആയോ എന്നാ കേട്ടോ വെസ്റ്റ് ബംഗാൾ കയറി വെസ്റ്റ് ബംഗാൾ കയറി വെസ്റ്റ് ബംഗാൾ ഡിസ്ട്രിക്ട്. ഡാർജിലിംഗ് ഡിസ്ട്രിക്ട്. ഡാർജിലിംഗ് ഡിസ്ട്രിക്ട് അല്ലേ? അങ്ങനെ നമ്മൾ ബീഹാറിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നിരിക്കുകയാണ്. റോഡൊക്കെ കുറച്ച് നല്ലതുമാതിരി തോന്നുന്നുണ്ട്. ഡാർജിലിംഗിലേക്ക് 116 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. ഏകദേശം 3 മണിക്കൂർ കൊണ്ട് എടുക്കും എത്താൻ. അതിനു മുമ്പ് സിലിഗുരി എത്തും. ഒരു 60 കിലോമീറ്റർ ഉണ്ട്. വെള്ളം വാങ്ങണ്ടേ? പിന്നെ വെസ്റ്റ് ബംഗാളിലെ വെള്ളം കുടിച്ചാൽ എനിക്കാം കേട്ടോ. ഒരു ദീദി വടയും പഠിച്ചോ? ദീദിയോടെ വെള്ളത്തിന് കുപ്പിന്റെ പരിപാടി ഇതെല്ലാം കളർഫുൾ ഡ്രസ്സാണ്. ദുബായിലെത്തിയ പോലെ തോന്നുന്നില്ല. ഇവിടെയൊക്കെ ബീഹാറുകളുണ്ട്. ചുവന്ന ഡ്രസ്സ് ഇവിടെയൊക്കെ ബീഹാറുകളുണ്ട്. ഏറ്റവും കൂടുതൽ ട്രക്കല്ലേ ഉള്ളൂ. നോക്കി നിങ്ങൾ എത്ര ട്രക്ക്. ഒറ്റ ബുക്കില് കണ്ടാ മനസ്സിലാവും. അവന്റെ മോദം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് മിക്സ് ആയതാണ്. ബംഗാളികളുണ്ടല്ലോ നല്ല ശാന്തത ശരിക്കും കൊണ്ട് അപ്പൊ എത്രയായി? ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിൽ. 40 കൊല്ലം മുമ്പ് വന്നത്. നമുക്ക് മറ്റേ ഇത് കാണണ്ടേ? മോഹൻ ബഗാന്റെ ടീമിൽ പോണ്ടേ? ഇത് നക്സൽവാരിയാ സ്ഥലം അല്ലേ? അങ്ങനെ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് നക്സൽവാരി സ്ഥലത്തിലൂടെയാണ്. ബംഗാൾ. ഏണിയാണ്. ഏണിക്ക് ചെറിയ ട്രാഫിക് സിൽഗുരിയാ. സില്ലിഗുരി എത്തി. അതല്ല നേരെ ഡാർജിലിംഗ്. ഇനി ഡാർജിലിംഗ് എത്ര ഒരു 100 താഴെ കിലോമീറ്റർ ബംഗാളിലെത്തി. അവിടെ നിൽക്കും. എന്നിട്ട് അവിടെ നാളെ അവിടെ കണ്ടിട്ട് അവിടെ തിരിച്ചു. ടേൺ ലെഫ്റ്റ്. അപ്പൊ അത് ഹൈവേ ആയിരിക്കില്ല. അപ്പൊ ആ റൂട്ടിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ അത് തന്നെ അവിടെ എവിടെയും ചോദിക്കാൻ നമുക്ക് നിർത്താം. ഹൈവേ കയറ്റാൻ വേണ്ടിയിട്ടുള്ള റോഡായിരിക്കും. ഇനി അധികം ദൂരമില്ലല്ലോ. എത്ര കിലോമീറ്റർ കാണിക്കുന്നത്? ഇനി എത്ര? 74 കിലോമീറ്റർ കുറഞ്ഞത്. ഇവിടെ ചോദിക്കുമ്പോ ആരെയും വിളിക്കുന്നത് ബന്ധുവില്ല. ലെഫ്റ്റ്. ബന്ധു നിൽക്കണം കേട്ടോ. ബയ്യ നടക്കൂല അല്ലേ? ബന്ധു ബന്ധു കോണി നോക്കി 3 കോണിയാ 4
4-5 പേരാണ്. വലിയ തോന്നുന്നുണ്ടല്ലേ? ഇത് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് MSCB ടീമാണ്. കരാർ തൊഴിലാളികളാണ്. ഡാർജിലിംഗ് പോവാം. അങ്ങോട്ട് ഡാർജിലിംഗ് ലൈറ്റ് മുഴുവൻ പോയി കിടക്കാം. അതിന് മുമ്പ് Now turn left. ഒന്നും കൂടി ആ അതാണ് ഇവിടെ ചോദിക്കുന്ന കേട്ടോ ആരല്ലേ? ഞാൻ ചോദിച്ചോളാം. നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. ഞാൻ ചോദിച്ചു. ആരാണ് പറഞ്ഞല്ലേ? അതെ, പേടിയുണ്ട്. പോലീസിനെ പേടി എനിക്കില്ല. പുല്ലാണ്. നമ്മൾ കമ്മ്യൂണിസ്റ്റിന്റെ മെയിൻ നേതാവല്ലേ? കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ജസ്റ്റ് ചോദിച്ചു നോക്കുന്ന പ്രശ്നമല്ലോ. ഇവിടെ വീട്ടുപെട്ടിയല്ലേ? ഒന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചോളാം. എനിക്കെന്താ ആണല്ലേ? ഈ മരങ്ങളുണ്ടല്ലോ ശരി നിൽക്കുന്ന കാശ്മീരിന്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട്. ആണല്ലേ? അങ്ങനെ നമ്മൾ സിലിഗുരിയിൽ നിന്നും നേരെ ഡാർജിലിംഗിലേക്കുള്ള റോഡിലാണ്. ചെറിയ റോഡാണെങ്കിലും വളരെ സന്തോഷവും ആത്മസംതൃപ്തിയും ഉണരുന്ന ഒരു റോഡാണ്. ചായത്തോട്ടം, നിരന്ന് കിടക്കുന്ന ചായത്തോട്ടാണ് ഇവിടുത്തെ ഒരു തേയിലത്തോട്ടം എന്ന് പറയും. ചായത്തോട്ടം എന്ന് പറയില്ലേ? നമ്മള് വയനാട്ടിൽ ചായത്തോട്ടം നല്ലതാണ്. ഇവിടെ തേയിലത്തോട്ടം കാണുമോ? ഇവിടുന്ന് ഇതിൽ കാണുമോ? ഇതിലിപ്പോ റോഡിന്റെ മുകളിലേക്കല്ലേ വെച്ചിട്ടുണ്ട്. കുറച്ച് തിരിക്കാനുള്ളൊരു എന്നാലും കാണുന്നുണ്ട്, സൈഡിൽ കൂടി കാണുന്നുണ്ട്. വെള്ളം എത്ര വേണോ? ഫുള്ള് വേണോ? ഇനി വേണോ? ഇപ്പോ ഞങ്ങള് സിലിഗുരിയിൽ നിന്ന് നേരെ ഡാർജിലിംഗിലേക്കാണ് പോകുന്നത്. ഡാർജിലിംഗ് സമയം ഏകദേശം 5:25 ആയിട്ടുള്ളൂ. പക്ഷെ ഒരു 7 മണിയായൊരു പ്രതീതിയാണുള്ളത്. ഞങ്ങളുടെ സൈഡില് ഒരു സൈഡ് നല്ല മരങ്ങളാണ്, തേക്ക് മരങ്ങളാണ്. ഒരു സൈഡില് ടീ പ്ലാന്റേഷൻ ആണ്. ഞങ്ങള് വയനാട്ടുകാര് ചായപ്പൊടി എന്ന് പറയും, അല്ല ചായച്ചെടിന്ന്. പിന്നെ തിരുവനാട്ടൻ കോട്ടയംകാര് തേയില എന്ന് പറയും. തിരുവനന്തപുരക്കാര് തൈലവെള്ളം എന്ന് പറയും. നല്ലൊരു ഇവിടുത്തെ പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലെയൊക്കെ ഫുട്ബോൾ കച്ചവടക്കാര് മെയിനായിട്ടും നേപ്പാളീസാണ്. ബൈച്ചിമ്പുട്ടിയൊക്കെ ഇവിടുത്തെ ആൾക്കാരായിരിക്കും അല്ലേ? സിക്കിംകാരാണ്. ഈ റോഡിൽ തന്നെ പോയാൽ എൻ്റെ വീടാണ്. വെറുതെ കാഴ്ചയാണോ? സിക്കിമിലാണ്. അടിപൊളിയാത്ത ഇതൊക്കെ കാണും. ഫുട്ബോൾ ക്ലബ്ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഫാം ഹൗസ് ഉണ്ടാക്കി. പൈസ ഉണ്ടാക്കിയല്ലേ കുറച്ച്? ഇവിടുത്തെ കച്ചവടക്കാരിൽ ഭൂരിഭാഗവും നേപ്പാളി സ്ത്രീകളാണ്. നിങ്ങളൊന്നും കച്ചവടത്തിൽ അങ്ങനെ ഇൻവോൾവ് ആവില്ല. ഭക്ഷണം കഴിക്കാൻ കിടന്നിറങ്ങും. ധാരിപ്പിക്ക് ഗോവൊക്കെ ചേച്ചി ഗോവയിൽ അങ്ങനെയല്ല. ഗോവയിൽ ആണുങ്ങളും പണിയെടുക്കും. പിന്നെ അത്യാവശ്യം കൃഷിയൊക്കെ ആണുങ്ങൾ ചെയ്യാൻ പോയിട്ട് ഇതൊരു കച്ചവടം. പിന്നെ ലാഭങ്ങൾ നേരെ തിരിച്ചാണ്. സിക്കിമിലൊക്കെ ഉള്ള ഒരു പെണ്ണുങ്ങൾ പണിയെടുക്കും കൃഷി സ്ഥലത്ത്. ആണുങ്ങൾ ആരാണ് വീണ വായിക്കുന്നത്? പോലീസ് കണ്ടില്ല. ആടുമാടുകളെ പോയിട്ടു. ഇതേതാ പാർട്ടി നട്ടാ? ഇത് ഈ കൊടി വേറൊരു പാർട്ടിയില്ല. താമരയും വിരിഞ്ഞിട്ടുണ്ട് ഇവിടെ. താമര കടയിൽ വിൽക്കാൻ പറ്റാന്ന തുണി അല്ലല്ല, താമര ഉണ്ട് എല്ലായിടത്തും ഉണ്ട്. ഗൂർഖാലാൻഡിന്റെ ഹനുമാൻജി ഇവിടെ.
Keep You are straight facing. on this road. അവരുടെ പാർട്ടി ക്ലീൻ സിറ്റിയാ, ക്ലീനാണ്. കടലാസിന്റെ കഷ്ണം പോലും നടക്കുന്നത്. അവിടെ വീതിയില്ല എന്നുള്ളൂ. എന്നാലും നല്ല സുഖമുള്ള road. അങ്ങനെയൊന്നുമില്ല, വൃത്തിയോട് ഇഷ്ടംപോലാണ്. ഇതാണ് കുക്ക ബജാർ. കുക്ക ബജാറിലെത്തിയപ്പോൾ ഇതല്ലേ? ഇത് കടകളിലൊക്കെ നോക്കിയോ, ഇതാ കമ്പി. അധിക കടകളിലും കമ്പി എന്തിനാ 2 മാസം കമ്പി അധിക നിങ്ങൾ കടകളിലും കട സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. മുഴുവൻ ഷാർപ്പ് എസ്കേപ്പ്. ശരിയാവേണ്ടി ആയിരുന്നു. കൊണ്ട് രക്ഷപ്പെട്ടു. ട്രെയിന് നമ്മളൊരു ഫോറസ്റ്റിലേക്കാണ് കയറി പോകുന്നതെന്നാണ് തോന്നുന്നത്. ഇനി ഇവിടുന്ന് കയറ്റുണ്ട്. ഇതാണ് സ്ഥലം ഓടിക്കാൻ എത്ര കിലോമീറ്റർ ഉണ്ട്? പകല് വരണമായിരുന്നു. പകല് നമ്മൾ വരുമല്ലോ തിരിച്ചു. 65 കിലോമീറ്റർ, 65 കിലോമീറ്റർ. 1.5-2 മണിക്കൂറോളം എടുക്കും. എവിടെ? 1.5 മണിക്കൂറാണ് അടുത്ത്. നല്ല റോഡാണ്. ഇത് സുക്ക ഫോറസ്റ്റ് ആണ്. സുക്ക ഫോറസ്റ്റ്. സുക്ക രേഖ ഇത്. ഇവിടെ മ്യൂസിയം ഉണ്ട്. മ്യൂസിയം ഉണ്ട് കേട്ടോ. NTFP മ്യൂസിയം ഉണ്ട്. രാജേഷ് ഓൺലി വിത്ത് പാസ്. എവിടുന്ന് വാസിച്ചു? വെറുതെ പറഞ്ഞാണ്. എലിഫന്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതില്. നോക്കി വിട്ടോ. അതിനൊക്കെ ഉള്ളൊരു കാടാണിത്. ഒരു സലാം ചെയ്യും. ഇന്നലെ അയാൾ വന്നിട്ട് ഇത് തുടയ്ക്കാൻ പോകുന്നു. ഡിപ്പറ്. വിഹാരി അപ്പോൾ ഇറങ്ങി തുടയ്ക്കാൻ പോവുക. ആദ്യം അതിന് വൈപ്പർ അടിച്ചു വന്നു. വൈപ്പർ അടിച്ചാൽ മതി. അത് കൈകൊണ്ട് വിടുന്നുണ്ട്. സ്റ്റിക്കറിന്റെ മുകളുണ്ടോ? ഇത് ഭയങ്കര രസമായിരിക്കും. ഈ ട്രെയിന് കാട്ടിനുള്ളിൽ കൂടെ പോകുന്നത് കേട്ടോ. ആണല്ലേ? അതാണ് ഭയങ്കര അതിലൊന്ന് ട്രെയിൻ യാത്ര ചെയ്താലോ നമ്മളൊന്ന്? പക്ഷേ ട്രെയിനിൽ ഇപ്പൊ നിന്ന് കളിക്കാം. ഇതിലൊന്നും ഇപ്പൊ ട്രെയിനൊന്നും പോകില്ല. ഇതൊക്കെ ഈ റോഡിലെ സൈഡിൽ കൂടി മഞ്ഞ ലൈന്. ഇതൊക്കെ ബീഹാറിലൊക്കെ കാണിച്ചു. കൊണ്ട് കൈ എടുത്ത് തുടയ്ക്കാൻ. അല്ല, വൈപ്പർ അതിന്റെ മുകളിൽ പോകുന്നില്ല. വൈപ്പർ പോയ പറഞ്ഞു പോലെ പക്ഷേ ഞാൻ ഓൻ തുടയ്ക്കുന്നല്ല. ഓൻ പറഞ്ഞ ഹാത്ത് ലഗാന പടേക്കെന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു പുതിയ എന്തോ സിസ്റ്റം ആയിരിക്കും. ഇവിടെ കൈ വെച്ചാല് ഇവിടുത്തെ ഉള്ളത്തെ ലൈറ്റ് കാണാണ്ട് എന്തോ സെറ്റിംഗ് ആയിക്കും വെച്ചാൽ പിന്നെ എല്ലാം പോച്ചിനാ പടേക്കെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് കഥ അങ്ങ് മാറിപ്പോയത്. ആ അല്ലാണ്ട് തന്നെ സ്കാൻ ആയില്ല. അതിന് മുമ്പ് നമ്മള് ഇതൊക്കെ വണ്ടി ഇതിലേ പോവാ. ഇതിലേ പോയിട്ട് ഇങ്ങനെ പോയിട്ട്. പക്ഷേ വണ്ടി പോവാണെങ്കിൽ പറഞ്ഞാൽ ഈ ട്രെയിന് വരുമ്പോ നമ്മൾ ഇടിച്ചു പോലെ. ഇതൊന്നുമില്ലല്ലോ, ഗേറ്റില്ലല്ലോ. പറയത് ആണല്ലേ? ഇല്ല, 1.5 മണിക്കൂർ കാണിക്കാമല്ലോ. 1:28 ഇപ്പോ. അതേ കടയിൽ പോകുമ്പോൾ നല്ല ഘാട്ടാണ്ട് വരുന്നത്. ഇത് ഓണല്ലേ നമ്മളെ ക്യാമറ? ആ, ആണ്. ഇത് ഘാട്ടിലൊക്കെ ശരിക്കും ക്യാമറ വേണം. രാജേഷേ, രാജാ, അതേ കടയിൽ നിന്ന് 2 ബോട്ടിൽ റമ്മ് മേടിച്ചു അങ്ങോട്ട് പോകും. ഇവിടെ കിട്ടുന്നു. ഡാർജിലിംഗ് ഇഷ്ടം പോലെ കടത്തുന്നു. കടയുണ്ട്. അയ്യോ, എങ്ങോട്ടാണ് വന്നിരുന്നത്? കുഴപ്പമില്ല. ഘാട്ടാവും. അല്ല അവിടെ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. നമുക്കും അങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇത് ഡെറാഡൂണില് അതായത് ഇങ്ങനെ കേറിയിട്ട് ലെമൺ ടൗണിലേക്ക് പോകും. ഇങ്ങനെ ഒടിക്കലെടുക്കുള്ളൂ നമുക്ക്. അതുകൊണ്ടാണ് ഓൻ അങ്ങനെ എടുത്തത്. അങ്ങനത്തെ എടുക്കലെടുക്കുള്ളത് തന്നെ തന്നെ. നീ പറഞ്ഞ് നമ്മള് പൊന്നെ പിണങ്ങല്ലേ എന്തല്ല ഇതുവരെ മുണ്ടാണ്ട് കടന്നു നോക്കിയ മനുഷ്യനാ. പാട്ടൊക്കെ വരുന്നോക്കെ മൂരി കാടി പിടിക്കുന്നവര് വിളക്കു 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 എനിക്ക് വരുമ്പോഴാ ഇലഹാബാദ് ആ വഴിക്ക് വരാണ്ട് കോഴിക്കോട് വരാൻ നല്ലത്. ആ ഇനി ഹൈദരാബാദ് ബീഹാർ അത് തന്നെ. അതുകൊണ്ടാണ് എല്ലാവരും ബീഹാർ ഒഴിവാക്കി ബീഹാർ ഒഴിവാക്കിയിട്ട് പോണം. ഇനി കൽക്കട്ട, പുരി, എന്താണ് ഭുവനേശ്വർ, പുരി, പിന്നെ വേണമെങ്കിൽ ജംഷഡ്പൂർ. അതാണ് പോയി പിന്നെ പിന്നെ അവിടെ പോകും. ജംഷഡ്പൂർ അങ്ങോട്ട് പോകേണ്ട ആവശ്യം
പിന്നെ നാഗ്പൂർ അല്ല അതിലൊന്നും വരണ്ട. അതായത് കൊണ്ടുപോകുന്ന സ്ഥലം റായ്ഗഡിന്റെ സൈഡിൽ കൂടെ, അതായത് ഛത്തീസ്ഗഡിന്റെ ചെറിയൊരു സൈഡിൽ കൂടെ കയറിയിട്ട് നമ്മൾ പിന്നെ വിശാഖപട്ടണം സൈഡിൽ പോയി കയറും. ഈ സൗത്തിൽ പോയിട്ട് നിങ്ങൾ കണ്ടിറങ്ങി പോവാ. നേരെ ഹൈദരാബാദിലെ കയറുക. അല്ലല്ല, ഹൈദരാബാദിലെ കയറുക. അതന്നെ തെലങ്കാന. ആ റൂട്ട് അടിപൊളി റൂട്ടാ. ആഗ്രഹിക്ക് വിട്ടാലെന്താ ബീഹാറുകൾ അടിയാൻ വേണ്ടി അങ്ങോട്ടൊന്നും പോകും. ഇത്രയും വീതി ഇപ്പൊ ഇവിടെ ആയതാ കുറച്ചു കാലമായിട്ടുണ്ടാവുള്ളൂ ആയിട്ട്. ഇത് 3 ബോർഡർ ഉണ്ട്. കച്ചവടക്കാരൻ എന്താ പറയാ, ഒരേ ഒരു കടയുള്ള അവിടെ ഇഷ്ടം പോലെ കട. അങ്ങനെ ഒരു കടയാന്ന് പറഞ്ഞാൽ നമ്മള് സ്റ്റോക്ക് ചെയ്ത് പോയി 4-5 കുട്ടികൾ മേടിക്കുക. അവനൊക്കെ നല്ല ഇമാൻദാരി ആളാണ്. ചെറിയ റോഡ്, നീറ്റ് റോഡ്. അതെ, അത് ഭയങ്കര വലിയ ബസ്സൊന്നും അടിച്ചെത്തിച്ച് പോകില്ല. കാണാം. ആ വരുന്ന ബസ്സില്ലേ ബൈ, ഈ സിൽഗുഡി ടു പോകുന്ന പ്രൈവറ്റ് ബസ്സാ. വലിയ വലിപ്പമില്ലല്ലോ, വലിയ ചെറിയ ബസ്സാ. ഇത് ഇവിടെ വലിയ ബസ്സൊന്നും ഓടുന്നില്ല. നമ്മളെ പോലത്തെ KSRTC കൊണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ മുട്ടിടും അവർ. അവർ ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോകും, വേറെ വണ്ടികൾ വരാൻ പാടില്ല. അത്രേ ഉള്ളൂ സ്ഥലം. അങ്ങനെ നമ്മൾ ചില സ്ഥലം ചെറുത്തിന്റെ വലിപ്പമുള്ളൂ. ഈ 2 വണ്ടികൾ പാസ് ചെയ്യുമ്പോൾ റെയിൽവേ ക്രോസിങ്ങിന്റെ അടുത്ത് എത്തുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ എലുമ്പും കൂടെ ആയിപ്പോകും. പിന്നെ നീ അതിലങ്ങ് വിട്ടു പോകണം നേരെ. അല്ല, അത് എടുക്കുമ്പോൾ മറ്റവരെടുക്കുമ്പോൾ നമ്മളെ ബാക്ക് കൊടുക്കും. ഒരു പ്രത്യേക തരം മറ്റേ ഇയാൾ പറഞ്ഞാൽ, കാരണം റോഡ് അത്രേ ഉള്ളൂ. മറ്റല്ലേ നമ്മൾ മറ്റേ കുയിൽ പോകും. എല്ലാത്തിനും ഈ വെള്ളമല്ലേ എവിടെ ആനയൊക്കെ ഇറങ്ങി വീണ് താഴെ ഈ കുന്നിന് മുകളിൽ എവിടെ ആന വെറുതെ അല്ലേ, വെറുതെ കാഴ്ചയല്ലേ നീ സത്യം പറ. അല്ല, അവിടെ ഉണ്ടായിരുന്നു. 2-3 ആനനെ കണ്ടേ താഴെ. 2-3 ആനയെ നേപ്പാളികളെ കണ്ടിട്ടുണ്ടോ? ഞാനൊക്കെ നേപ്പാളിയും കൂടി അങ്ങനെയുള്ള ഏരിയയിലൊക്കെ പോകണ്ടിരുന്നു. മുകളിലൊക്കെ നോക്കി മുകളിൽ അവിടെയൊക്കെ പോയിട്ട് പിന്നെ അപ്പുറത്തേക്ക് ഇറങ്ങി പിന്നെ അടുത്ത മല അതിൻ്റെ അപ്പുറം ഉണ്ടാവും. അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് അവർ വണ്ടി കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ടാവും അല്ലേ, അതിൽ കയറുക. വണ്ടി കിട്ടിയൊന്നും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവില്ല. പിന്നെ അതേപോലെ ഇങ്ങോട്ട് വരിക. മെയിന് അവിടെ അരുണാചലിലോ, അരുണാചലിൽ 3 ക്യാമ്പാണ് മെയിനായിട്ട്. ഫസ്റ്റ് ദിരാങ് എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ്. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് ഹാൾട്ട് ചെയ്യും. ഒരു 10-100 കിലോമീറ്റർ. കൺവായി ആകുമ്പോൾ രാവിലെ തുടങ്ങി 10 വൈകുന്നേരം ആവും എത്തുമ്പോൾ. സിംഗിൾ ഓടുന്ന വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് സിവിലിയൻസും ഒക്കെ ആണെങ്കിൽ നേരെ കിട്ടും. പോസ്റ്റൊന്നും വേണ്ട. ആർമീൻ്റെ വണ്ടി മാത്രം അവിടെ ഹാൾട്ട് ചെയ്യും. ഒരുമിച്ച് പോകുന്നതല്ലേ, ഒരുമിച്ചേ പോകണം. എന്നിട്ട് അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം അതേ ടീം പിറ്റേ ദിവസം പിന്നെയും പോകും. അടുത്ത അതിനകത്ത് പരേഡും കിരീടൊന്നുമില്ല, ഒരു ഇതൊന്നുമില്ല. അപ്പോഴൊന്നും ഉണ്ടാവും. റോൾ കോൾ പരേഡ് അങ്ങനെയൊന്നുമില്ല. അതുണ്ടാവും. റോൾ കോൾ ആൾക്കാർ എണ്ണെടുത്തിട്ട് അതിനെ കറക്റ്റായിട്ട് ഉണ്ടാവും. എന്നിട്ട് അങ്ങനെ പോകും. റിപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടാവും. ഇത്രയും ആൾക്കാർ കറക്റ്റായിട്ട് എത്തിയിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കും. വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ആയാലും
അടി വേറെ. ഈ വണ്ടി കൊണ്ടുവന്ന ഡ്രൈവർമാരൊക്കെ എന്ന് പറഞ്ഞാല് ഒരേ ഇതിൽപ്പെട്ടായിരിക്കും. അധികം AC MT ആയിരിക്കും വലിയ വണ്ടികൾ. ട്രക്കിന്റെ ഒക്കെ പുറകിൽ കയറിയിട്ടൊക്കെ പോവാ. എല്ലാവരും വണ്ടിയില്ല. നമ്മള് സിംഗിൾ വണ്ടി കൂടെ പോവാണെങ്കിൽ കൺവായിൽ പോകണമെന്നില്ല, ഒറ്റയ്ക്ക് പോവാം. ലൈനിൽ പോകുമ്പോൾ ഈ കൺവായിൽ ജോയിന്റ് ആവുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ പോകണം. അതിന് രണ്ടാമത് സ്നേങ്ക എന്ന് പറഞ്ഞ വേറെ സ്ഥലമുണ്ട്, ഞങ്ങളെ യൂണിറ്റൊക്കെ ഉണ്ടായത്. അവിടെ ഹാൾട്ട് ചെയ്യും. അവിടെ നിന്ന് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് തവാങ്ങിലേക്ക്, വൈകുന്നേരം ആവുമ്പോഴത്തേക്കും തവാങ്ങിലെത്തും. അങ്ങനെ 3 ദിവസത്തെ യാത്രയാണ്. അത് ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓ, തവാങ്ങിൽ പോയിട്ടുണ്ട്, പക്ഷെ കറങ്ങിയില്ല. ഈ മണ്ടൻ ഓഫീസർമാരെയും കൊണ്ടല്ലോ പോകും. അവരെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരവർ സൗകര്യത്തിന് നമ്മുടെ ഉണ്ട്. അവരെവിടെ പോകുന്ന വെച്ചാൽ അവരെ പിന്നെ തന്നെ നോക്കാം. ഇതല്ലേ ഇതൊന്നും എറണാകുളത്തിൽ പ്രതീക്ഷിക്കരുത് കേട്ടോ. ഇത്രയും നല്ല റോഡും ഈ റിഫ്രഷറും ഒന്നും ഇപ്പോഴും ഈ ഇടയ്ക്ക് കഴിഞ്ഞ 1 കൊല്ലം മുമ്പുള്ള വീഡിയോ വരെ ഞാൻ കണ്ടതാണ്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുക. അതല്ല അവിടുത്തെ എന്താ സംഭവം അറിയാം? ഇവിടുത്തെ ഈ മല പോലെയല്ല. അവിടെ പറഞ്ഞാൽ ഒരു ഡീല മണ്ണാണ്. ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും ലൂസായി പോകും. ചെറിയ ചെറിയ കല്ലും അതൊക്കെ കൂടി ഉണ്ട് ഇളകിയിട്ട് നേരെ തഴകി മറുകൂട്ടി. ചിലപ്പോൾ വലിയ സ്ലൈഡിങ് ആവും, ചിലപ്പോൾ അച്ഛാ അതൊക്കെ പോട്ടെ. ഇപ്പൊ റമ്മിന്റെ കഥ എന്താ? റമ്മിന്റെ കഥ ന്യായമായ ചോദ്യമല്ലേ? ന്യായമായല്ലേ? കൂടി വേണ്ടേ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ? ആ പണ്ടാറും പോയില്ല. പൂച്ച അത് റെയിൽവേ അങ്ങ് വരെയുള്ള വേറെ കാര്യമൊന്നുമില്ലല്ലോ. കമ്പി എടുത്ത് കൊണ്ടോ? ഇത് വണ്ടിയല്ല. ഇതൊക്കെ വണ്ടി നിർത്തിയിട്ട് അവരെന്താ പരിപാടി? ചായ കുടിക്കാൻ വെള്ളം കുടിക്കാൻ എന്തെങ്കിലും ചെയ്യണ്ടോ? ഇവിടെ അതിനൊന്നും പ്രശ്നമില്ല. പോലീസ് പിടിക്കാൻ ചെന്നാൽ മാത്രം. ഇവിടെ 57 58 റിവേഴ്സിലാണ് പോകുന്നത്. ഇതൊരു ഡബിൾ ലൈൻ ആയിരുന്നു, ഇപ്പൊ 2 സിംഗിൾ ലൈൻ ആക്കി അല്ലേ? റോഡിന് വീതിയും കൂടി ലേശം. ഇനി ഇവിടുന്ന് പോകുമ്പോ വീതി ഉണ്ടാവില്ല. നന്നാക്കിണ്ടത് എല്ലാം വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട്. ഇതിന്റെ ഇപ്പൊ സിക്കിം സ്റ്റേറ്റ് ആയില്ലേ? അപ്പൊ നമ്മളിന്ന് 3 സ്റ്റേറ്റിൽ കവർ ചെയ്ത്. അതന്നെ മൂന്നാമത്തെ സ്റ്റേറ്റിലേക്ക് അപ്പൊ പോകുന്നത്. ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളാണ്. അത് കഴിഞ്ഞ് മേലോട്ട് പോയി ഗാംഗ്ടോക്ക് ഒക്കെ പോവാണെങ്കിൽ സിക്കിം സ്റ്റേറ്റ് ആയി. മമതാ ബാനർജി ഇത് മമതാ ബാനർജി ഇതൊക്കെ നാഷണൽ ഹൈവേ പിന്നെ ആർമീൻ്റെ ആൾക്കാർ കൂടി ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് ആർമി Keep straight on this road. ഇപ്പോഴാള് അവർക്ക് ബോധോദയം വന്നു. സ്ട്രേറ്റ് ദിസ് റൂട്ട് എന്ന് പറഞ്ഞിട്ട് അല്ല മുകളിൽ ഹോട്ടലൊക്കെ നോക്ക്. കാടാട്ടോടെ ഒരു കാനഡേന്റെ ഒരു ഇതുണ്ട്, കേരളുണ്ട്, അതേമാതിരി ആയിരുന്നു കാട്. ലോറിക്കാരൻ വന്നപ്പോ കുറച്ചതാ. ഇതൊക്കെ റിസോർട്ടും മറ്റേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പൊ കുറവായിരിക്കും. ചന്ദ്രങ്ങളൊക്കെ ഉണ്ടളിയാ. ഇവൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വണ്ടി പൈസ തരാണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ലീവിന് പോകുമ്പോഴൊക്കെ യൂണിറ്റുകളിൽ തന്നെ വെള്ളം കൊടുക്കലായിരുന്നു. ഉണ്ടോ? അതായത് അവർ കോട്ടം 2 മാസത്തേക്കുള്ള 4 ബോട്ടിലോ 6 ബോട്ടിലോ 10 ബോട്ടിലൊക്കെ എത്ര വെച്ചാൽ ഇപ്പം അത് കൊടുക്കില്ല. എനിക്ക് ചെറിയ ഇതുണ്ടായിരുന്നു. എനിക്ക് ചെറിയ ഇതുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോ തന്നെ ആയിരിക്കുമല്ലോ വരിക. അപ്പൊ കയറാൻ നല്ലൊരു ഇതുണ്ടായിരുന്നു. അത് നമ്മള് പപ്പ പറഞ്ഞപ്പോഴേ
മോട്ടോർ പറഞ്ഞ നമ്മൾ തിരിച്ചു വരുമ്പോൾ കയറാന്നുള്ളൊരു അഭിപ്രായമായിരുന്നല്ലോ പറഞ്ഞത്. പക്ഷെ റൂട്ട് സംബന്ധിച്ച് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇതിലൊക്കെ വരുമല്ലോ. നമ്മൾ വെസ്റ്റ് ബംഗാൾ കൂടെ അല്ലേ പോവാ. ഇതിപ്പോ നമ്മള് സിംലയിൽ കണ്ട പോലത്തെ വീടുകൾ അതിന്റെ ഒക്കെ ഒരു എടുക്കുന്നുണ്ട് അതൊക്കെ. അതൊക്കെ കിട്ടുമോ? വെളിച്ചം അതേമാതിരി കാണും. നാളെ നമുക്ക് ഇതൊക്കെ എടുക്കലൊരു പരിപാടി. നാളെ ഈ ലുക്ക് കിട്ടൂല. വേണ്ടി വരില്ല. ഞാൻ അങ്ങോട്ടേക്കില്ലേ അതിന്റെ ഇത് പോയി പോവാ. നിങ്ങൾക്ക് അതില് ഡ്രോൺ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അത് തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. അത് നേരെ ഇങ്ങോട്ട് തിരിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ കാണാൻ പറ്റുമോ റൂമിന്റെ ഉള്ളിൽ? ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. അല്ല, ഈ ഓഹോ എന്ന് തുടങ്ങിയിട്ടില്ല പറയുന്നുണ്ട്. രേഷ്മി പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച തുമ്പി പറഞ്ഞു ഓഹോ. അയ്യോ, അതെ, ഏതോ ഒരു ഇതിലുണ്ട്. ഇതിവിടെ നമ്മളെ ആൾക്കാർ പറയുന്ന ഡയലോഗ്. ഇപ്പൊ ഇതൊക്കെ വരും, എല്ലാം വരുന്നുണ്ടാവും. വരുമ്പോ അവിടെയൊക്കെ കാണും. രാത്രി ശുഭരാത്രി. നമ്മളാണെ വാങ്ങന്നെ ചെയ്യും. നിങ്ങൾ ഒരു ന്യായമായ എന്തെങ്കിലും തീരുമാനം എടുക്കട്ടോ വേഗം. ഏട്ടൻ നിർത്തിയോ? ഓ, യൂനൈഡ് നിർത്തി. അടങ്ങി ഭൈരവൻ അടങ്ങി. ഞാനത് ഇന്നലെ കിട്ടാത്ത ക്ഷീണം തീർന്നു. കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഒരെണ്ണടിച്ചപ്പോ തീർന്ന്. എനിക്ക് അങ്ങനെ തീരില്ലല്ലോ ഏട്ടനെ. ഇല്ല, ഇങ്ങനെ ഇരുന്നിട്ട് അടിക്കാനോ സുഖമല്ലോ. അങ്ങനെയാ? ഓഹോ. Keep straight on this road. നമുക്ക് അങ്ങനെ എടുക്കാം. എൻ്റെ ഐഫോൺ അല്ലേ, നമുക്ക് എടുത്തിട്ട് ഒന്ന് കാണാം. കളിച്ചത് ഇത് വരും. വണ്ടി ഓടിക്കുന്നത് എൻ്റെ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത്. അതെ, വേറുള്ളത് അതിന്റെ ഇടയ്ക്കൂടെ കൈയിട്ട് കഴിഞ്ഞാല് ഡ്രൈവർക്ക് മുഷ്കിലാവും. ഡ്രൈവർക്കും In 500 meters, turn right. പൈലറ്റ് ആണ് എല്ലാ കാര്യം ചെയ്യാം. വേറെ സമയത്ത് കൈയിട്ട് കഴിഞ്ഞാല് ഈ വണ്ടികളെ നിർത്തിയെന്നത് ഇവിടെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന അങ്ങനെയല്ല. അളിയൻ പറയുന്നത് ടൂറിസ്റ്റുകളുടെ ടൂറിസ്റ്റുകളുടെ ഇവിടെ റൂം എടുക്കാം. അതെല്ലാം വെസ്റ്റ് ബംഗാളിന്റെ വണ്ടിയാണ്. ഇവിടത്തെ പോയിട്ട് ജോലി ചെയ്ത് വരുന്നവരുടെ വെസ്റ്റ് വണ്ടി. ബംഗാളിന്റെ വണ്ടി രണ്ടേക്കാൾ എടുക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം സുരേഷ് ചേട്ടാ, ഈ റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ചുരുക്കിയ ആളുകൾ വണ്ടി എടുത്തിട്ട് വരും. ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ട് അല്ല, ഇതിന്റെ ഒരു രസം വേറെ തന്നെയാണ്. അതന്നെ, In 200 ഈ രസം meters, ഉണ്ടാക്കാൻ പറ്റും. വേൾഡ് ടൂർ ആക്കിയാലോ എന്നാല് വേൾഡ് വണ്ടി കൊണ്ട് അതൊക്കെ എടുക്കാലോ. പാസ്പോർട്ട് എടുക്കുന്നത് കാറാണുള്ളത്. പച്ച ലൈറ്റില് ചെക്കൻ്റെ കാര്യം കേട്ടോ. ചെക്കൻ കാലം നീട്ടി വെച്ചിരിക്കുന്ന ഭയങ്കര ഡ്രൈവിംഗ് ആട്ടോ ഇവിടുത്തെ ആൾക്കാര്. താങ്ക് യു. അതാണ് അതിന്റെ സിഗ്നലാണത്. അതാണ് അവരെ ഇത് ചെയ്യുക. അതെ, അവർക്കൊരു സന്തോഷമാകും. അതാണ് താങ്ക്സ്. now turn right. താങ്ക്സ്. About തന്നെ വേണമെന്ന് പറയും. 1 kilometer. അവനോട് നിർത്തി തന്നാൽ പോകുമ്പോൾ ഒരു പേപ്പർ നിർത്തി കൊടുക്കും. എന്ത് രസം. കയറി വന്ന റോഡൊക്കെ കേറി വന്ന റോഡാ. ഒന്നും കാണൂല, ഏതൊന്നും മനസ്സിലാവും. നല്ലത്. കയറി വന്ന ഇത് റോഡാണ്. വേറെ സെക്ഷനായി. ഇത് വേറെ ഇറങ്ങി വേറെ സെക്ഷനായി. അങ്ങനെ കയറി വന്നിട്ട് ഇറങ്ങി പോകും അങ്ങോട്ടൊക്കെ ഇനിയോ. കണ്ടോ, ഭയങ്കര ഇതാട്ടോ. നമ്മൾ ഇതിൽ തന്നെ നമ്മളൊന്ന് ഡിം അടിച്ചു കൊടുത്താലുണ്ടല്ലോ ഒരപ്പം നിർത്തി തരും. അല്ലല്ല, ഒരു നിർത്തി തന്നാ. സൂപ്പർ. അതാണ് അതിന്റെ ഡ്രൈവിംഗ് മാനേഴ്സ്. ഞാൻ ഒന്ന് ഡിം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഒരു അവിടെ നിർത്തി. കേട്ടോ? ഇവൻ നിർത്തും തോന്നില്ല. ഇതൊക്കെ താഴെ കയറി വന്ന ഒരു ബൈക്കാ, ലോന് പിന്നെ പ്രശ്നമല്ല. താഴേക്ക് നോക്കുന്നത് ശരിയായിരിക്കും. താഴേക്ക് കയറി വരുന്ന കാണാം റോഡ്. കേറി വരുന്നവരുടെ ഇവരാട്ടോ. അത് നമ്മൾ ആ ഭാഗത്ത് കയറി വരുന്നവർക്ക് കേട്ടോ. അങ്ങോട്ടൊന്നും അങ്ങനെയൊന്നുമല്ല. ബൈ. നമ്മൾ കയറി വന്ന അതുപോലെ തന്നെ എന്നാ പിന്നെ അങ്ങോട്ട് പോയി നമ്മൾ ഇറങ്ങി പോവാ. അങ്ങോട്ട് ഇറങ്ങി പോകല്ലേ. എപ്പോഴും കയറിയാണ്. കയറി തന്നെ നമ്മളിപ്പോ. ഇപ്പോഴും കയറി തന്നെയാണ്. നമ്മള് പക്ഷെ ആ വഴി വന്ന വഴി ഇങ്ങനെയാണ് വന്നത്. എടുത്ത് നോക്ക്.
മാപ്പ് എടുത്ത് നോക്കുന്നു. അത് വളവും തിരിഞ്ഞു എത്ര പ്രാവശ്യം തിരിഞ്ഞു വന്നു. മാപ്പ് തിരിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ടോട്ടൽ മാപ്പ് എടുത്ത് നോക്കി. ഇതാണ് ഈ വിശദ്രാഗത്തിന്റെ ഒരു കാര്യം. നമ്മൾ ആർഗ്യുമെന്റ് നാളെ നോക്കാം. നിങ്ങൾ എന്താ പറയുന്നത് ശരിക്കും? ഇതിലാണ് പറയുന്നത് നമ്മൾ കയറി വന്ന റോഡാണ് അവിടെ കാണുന്നത്. അത് താഴെ കാണുന്ന കയറി വന്ന റോഡ് തന്നെയാണല്ലോ. നമുക്ക് നാളെ നോക്കാം. പിന്നെ നമ്മള് കേറി വന്നിട്ട് പിന്നെ നമ്മള് കേറിക്കൊണ്ട് തന്നെ നിൽക്കുന്നു. ഇപ്പോഴും കേറിക്കൊണ്ട് ഇറങ്ങുന്നൊന്നുമില്ല നമ്മള്. പോണ്ട റോഡൊന്നുമില്ല കാണുന്നത്. തിരിച്ചു പോണ്ട റോഡാണ് കാണുന്നത്. നമ്മൾ ഇറങ്ങല്ല, നമ്മള് കേറിക്കൊണ്ട് തന്നെ നിൽക്കുന്നു. ഈ റോഡിൽ തന്നെയല്ലേ തിരിച്ചു പിന്നെ ഇറങ്ങി പിന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്താ കാര്യം? അത് അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്താ കാര്യം? വേറെ റോഡിന് അല്ല പറഞ്ഞെന്താ അറിയോ? സജി പറഞ്ഞെന്താ അറിയോ? നമ്മളിപ്പോ ഇതിങ്ങനെ പോയിട്ട് എന്താ പറ്റിയ അറിയോ? ഇങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് കുറച്ചിങ്ങനെ താഴത്തേക്ക് വന്നിട്ട് പിന്നെ രണ്ടാമത് ഇങ്ങനെ രണ്ടാമത് കയറാണ്. പുറകിലാണോ താഴെയാണോ കിടക്കുന്നത്? ഈ താഴെ പറഞ്ഞു, ഈ താഴെ പറഞ്ഞു. അല്ല വഴി വന്ന വഴി ഇപ്പൊ ഇവിടെ നിന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ആ ഭാഗത്ത് നമ്മള് കയറി വന്ന റോഡാണ് ആ കാണുന്നത്. അതിലെ വന്നപ്പോൾ ഇപ്പൊ താഴെ കാണുന്നില്ല. വന്ന അതിൽ റോഡുണ്ടെങ്കിലേ വരികയില്ല. എന്താണ് ബാബുട്ടാ നിങ്ങൾ ഇങ്ങനെ ഈ ഡാർജിലിംഗിൽ വന്നിട്ട് നിങ്ങൾ എന്തൊരു തള്ളാണ്. തള്ളിയാണല്ലോ, സൈഡ് മൂല ഇല്ലാത്താണ്, അങ്ങ് പോവും താഴ. ഞാൻ പറയും നിനക്കറിയില്ല. നീ മുണ്ടാണ്ടിരുന്നോട്ടോ, നിനക്ക് മുണ്ടാ നിനക്കറിയാം. ആ താഴ്ന്ന് വരുന്ന റോഡില്ലേ അതന്നെ സംഭവം. അതിലെ തന്നെ പോയ പോരാ നാളെ അങ്ങോട്ടേക്ക്. ഒന്ന് നിർത്തട്ടെ വണ്ടി. എന്തിന്? ആ റോഡ് കാണണമെങ്കിൽ റോഡ് എന്ത് കേറി വരുന്നുണ്ട്. കയറി വരുന്നുണ്ട് വണ്ടി ഇപ്പോഴും. അതിപ്പോ കണ്ട നമുക്ക് തന്നെ അതിൽ കയറി വരികയാണെന്ന്. പക്ഷെ നമ്മള് വന്ന റോഡാണോ അത്? അതാണ് നമുക്ക് നാളെ നോക്കാം. കോംപ്രമൈസ് എല്ലാവരും വിഷദ്രാവകം കുടിച്ചോണ്ട് കോംപ്രമൈസ് അതാ പറയുന്നത്. നാളെ നോക്കാം. കോംപ്രമൈസ് ആക്കി നാളെ നോക്കാം. എല്ലാരും ഒന്നുമില്ലല്ലോ, ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കും. അവനാണ് തലവേനാവുക. അല്ല അവനിപ്പോ മനസ്സിലാവും കള്ളുടിച്ചതിന് ശേഷമുള്ള വ്യത്യാസം. അതിനേക്കാളും വലിയ രസമാണ് ഇത് ഓടിച്ചു പോകാൻ. ആണോ? പിന്നെന്താ ഇങ്ങനത്തെ റൂട്ടുകളില് അത് രസമാണ്. നമ്മള് വയനാട് ഇത് പറഞ്ഞാൽ ഇത്ര വീതിയുള്ള റൂട്ടിലല്ലേ നമ്മള് പോക്ക്. ഏത് ഇപ്പ പണ്ട് നീ ഓടിച്ചിട്ടുണ്ടോ? അന്ന് ജനിക്കണ്ടേന്ന് നല്ല ഇത് ഓടിക്കാൻ പറ്റും. അപ്പേ ഓടിക്കണേന്നല്ല ഏട്ടാ. അവനൊക്കെ ഇങ്ങനെ ഈ സ്പീഡിൽ അവിടെ താഴെ വരെ പോയി കഴിഞ്ഞാൽ അവനൊക്കെ ഡെയിലിയുള്ള അല്ലേ ഈ എന്താ പറയാന് ആന എടുക്കുന്ന പറഞ്ഞല്ലേ, നിത്യാഭ്യാസി ആന നിത്യാഭ്യാസി ആന എടുക്കുന്ന പറഞ്ഞ പോലെ. ഇത് അരുണാചലിലാണ് ഞാൻ പറഞ്ഞത്. അതിലേ നമ്മൾ വന്നത്. ഇനി അങ്ങോട്ടാ പോകുന്നത്. ഇത്രയാണ് ഇനിയായിട്ട് നാളെ അത് ആ വിഷയം വിട്ടു. നാളെ ടുമോറോ ഡിസ്കസ് എടുക്ക്. ഇതായിട്ടുള്ള വണ്ടിയൊക്കെ വരാം. ഇനി നമ്മൾ ഇറങ്ങി പോവാണെങ്കിൽ ഇറങ്ങാനാണെങ്കിൽ അവിടേക്കേ നമ്മൾ ഇറങ്ങി പോകും. ഈ കാണുന്ന സ്ഥലത്തേക്ക് അവിടെ അങ്ങോട്ട് ഇറങ്ങാനുള്ള ഈ ഏരിയയിൽ ഇവിടേക്ക് നമ്മൾ പോവാം. വെൽക്കം ടു ഊട്ടി എവിടെ എവിടെ എവിടെയും കാണും. അങ്ങോട്ട് നോക്ക്. നിർത്തി ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ടൊന്നു ഞാൻ അക്കൗണ്ട് എടുക്കുമ്പോൾ ഫോൺ വെച്ചാൽ താങ്ക് യു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി എന്താ അറിയോ, അത് വേറൊരു ഇതുണ്ട്. കയറി വരുന്ന വണ്ടിക്കാണ് ചാൻസ് മുൻഗണന. ഇനി കുറച്ച് ഇറങ്ങാനുണ്ട്. ഇവിടെ നിറയെ തണുപ്പ്. ഇനിയാണ് ഇറങ്ങാനുള്ളത് കുറച്ച്. അവിടേക്ക് പോകാം. ഈ കണ്ടത് ഇവിടെ ഇറങ്ങാം. അതൊക്കെ ഹോട്ടലാണെന്ന് തോന്നുന്നു. അല്ല ഇവിടുന്ന് ഇറങ്ങണം. ഇതിപ്പോ നമ്മൾ ഒറ്റ ടോപ്പിലെത്തിയില്ലേ? ഇത് കൗസർബാഗ് എത്തി. ഇത് വേറൊരു വഴി കൂടി കയറി വരുന്നതാണ്. അതാ ഇതിന്റെ എന്താണ് ഈ ഹോട്ടലിന്റെ അവരുടെ ഹോട്ടലിന്റെ എക്സിറ്റ് റോഡ്. ഇതിപ്പോ എന്തൊക്കെയാണ്? ഇനി അവിടേക്ക് ഇനി കൗസർബാഗ് 1, ടങ്ക് 9, 0.1.
ബാക്കിയൊന്നും വായിച്ചില്ല. റോഡ് എത്തുമ്പോൾ ഒന്ന് സ്ലോ ആക്കി വായിക്കും. എവിടെ സ്ലോ ആക്കി വണ്ടി ഇപ്പൊ അല്ലെങ്കിൽ സ്ലോ ചെയ്ത ആ റോഡ് ഉണ്ടല്ലോ അവിടെ നിന്ന് വന്നിട്ട് ഇതിലേക്ക് കയറി ഇപ്പൊ കണ്ടില്ലേ പുറകില് ആ റോഡ് വേറെ എവിടെ വരുന്നതാണ്. പോട്ടെ സാറിന് അതിനെപ്പറ്റി നാളെ ചർച്ച ഇന്നില്ല. ചെല്ലിക്കുടിയിൽ നിന്ന് വരുന്നതല്ല, കയറുന്നവർക്ക് മുൻഗണനയാണ്. അതുകൊണ്ട് അവർ നിർത്തിയിട്ട് പാട്ട് ഇത് കഴിഞ്ഞിട്ട് നാളെ ഡിസ്കഷൻ വീഡിയോ ബാഗ് എടുക്കണം. ഒരുത്തൻ കിടക്കുകയാണ് അവിടെ. കണ്ടില്ലേ നീ? ബാഗ് ഇട്ടിട്ടല്ലേ അവൻ കിടക്കുക ജാക്കറ്റ് കിടക്കുക. മോനെ മോളിലേക്ക് ക്യാമറ ഇത് ഷൂട്ടിങ്ങിനല്ലേ? ഷൂട്ടിങ് അതൊക്കെ മുകളിലായിരിക്കും. ഇത് സിംലനെക്കാളും ഡേഞ്ചറാ. സൂപ്പർ. മാപ്പ് പോയോ പാട്ടിട്ടല്ലോ. ഈ സൈഡിൽ പ്രശ്നം, ഈ സൈഡിലൊരു നേരം ഉണ്ട്. Keep straight. Follow me. Follow me. In 200 meters, keep right. എന്താ ഇത് ഇടാ ഏട്ടാ, ഇത് സൂപ്പറായി. നമ്മള് വഴി ലേശം മാറ്റി പിടിച്ചില്ലേ, ഇതാണ് കാണേണ്ടത്. ട്രൻസ് ഉണ്ടോ ഇവിടെ? ഇവിടെ ട്രൻസ് ദൈവമേ, ഇതിന്റെ എ സിന്റെ വർക്ക് കിട്ടുമോ? എന്നാ മുടിഞ്ഞ് ഇവിടെ എ സി ഉണ്ടാവില്ല. Now, keep right. ഇതൊരു ഇതാണ് കൗസർ ബാഗ്. ഇതൊരു ഇതാട്ടോ, ഇതൊരു സ്ഥലമാണ് താമസിക്കാനുള്ള. നമ്മൾ ക്യാമറ ഓണിലല്ലേ? ഇതൊരു ടൗണാണ്. അങ്ങനെ നമ്മള് കുറെ വളവും തിരിവും കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ടൗൺ. റെക്കോർഡിംഗ് അതെ, സ്ഥലം കറക്റ്റായിട്ട് ഒന്ന് വായിച്ചു നോക്കി. അത് തന്നെട്ടാ കൗസർ ബാഗ്. എന്താ കാണണ്ടേ? കൗസർ സോങ്. അതാണ് ഞാൻ ഡെയിലി ഇത് കേട്ടാ ഇവിടെ ലോജിങ് ഉണ്ട് കേട്ടോ ഒരുപാട്. സൗണ്ട് കൊടുക്കുക, സൗണ്ട് കൊടുക്കുക. സൗണ്ട് ഒക്കെ മതി. വണ്ടിയുടെ സൗണ്ട് പാട്ടിന്റെ സൗണ്ട് മണിക്കൂർ പോകുമ്പോ ഇത് കണ്ടു പോവാ നമുക്ക്. അവര് കൊട്ടുന്നുണ്ട്. In 500 meters, keep right. വണ്ടി കിട്ടില്ല, ട്രെയിൻ ഇതിലൊക്കെയാണ് കേട്ടോ പോകുന്നത്. ശരിക്കും കറങ്ങി തിരിഞ്ഞിട്ട് ഈ ടൗണിൽ പണ്ട് പോയിരുന്നു, ഇനിയൊന്നും പോകില്ലായിരിക്കും. ഇനി ചിലപ്പോ കൂടി ഇത് പോവും. അത് പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് വെച്ചത്. അത് റിപ്പയറിങ് ചെയ്താൽ തന്നെ ഇത് നിർത്തി കൊടുക്കും മോനെ. അതും ഉണ്ട്, അത് ഒത്തിരി. ഇവിടുത്തെ റേറ്റ് ഒക്കെ ഭയങ്കര ആയിരിക്കില്ലേ? അതിന്റെ മോളിൽ അടിയിലുള്ള ചട്ടി അയച്ചു കഴിച്ചു.
ഇതിനെ കൂട്ടാല്ലേ സൗണ്ട് ലക്ഷം വേണ്ട എന്തിനാ അത് എ സിയാ. ഇവിടെ ഉണ്ട് ഇവിടെ തന്നെ അവിടുന്ന് കൂട്ടും ഇവിടെ ഇല്ല ഇവിടെ കൺട്രോൾ ഇല്ല ഇത് പിന്നെ എന്തിന്റെ അത് എ സിന്റെ. ഞാൻ കൂട്ടി ഓൾറെഡി. വെള്ളടി ഞാൻ കൂട്ടി. എന്ത് സൗണ്ട് കൂട്ടിയാ? In 200 meters, keep right. ആൾക്കാരുണ്ടോ എല്ലാം ഇതിൽ കൂടി പോകുന്നല്ലേ? ഇവിടെ അച്ചടക്കമുള്ള ഡ്രൈവിംഗ് ചെയ്തില്ലെങ്കിൽ താഴെ അതെല്ലാം ഈ നേപ്പാളികളൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. നേപ്പാളികളൊന്നും നമ്മൾ ഇറങ്ങുമ്പോഴും നമ്മൾ ഇതേ ഇത് കീപ്പ് ചെയ്യണം. ഇവിടുത്തെ ഡ്രൈവർമാർ മുഴുവൻ വെസ്റ്റ് ബംഗാളും ഒക്കെയാണ്. ഡൽഹിയിൽ നിന്ന് വരുന്നവരും കയറുന്നവർക്ക് ഇറങ്ങുന്നവര് എപ്പോഴും സൈഡ് കൊടുക്കണം റൂള്. അത് ലോഡഡ് വണ്ടി ആയിക്കോട്ടെ. പക്ഷെ ലോഡഡ് വണ്ടിക്ക് ഉൾട്ടയാ Now keep right. അല്ലേ? ലോഡഡ് വണ്ടി ഇങ്ങനെ കയറുന്ന വണ്ടിക്ക് ഉണ്ടല്ലോ മോശം. ലോഡൊരു വണ്ടിയാണോ പിന്നെ ലോഡല്ലാത്ത വണ്ടിയാണോ നമുക്കറിയില്ല. കയറി വരുന്ന വണ്ടിക്കാണ് ഏറ്റവും ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. വലിയ ലോഡ് കയറ്റി വരുന്ന വണ്ടിയിലാട്ടോ. ലോഡ് കയറ്റി ഇറങ്ങുന്ന വണ്ടിക്കൊന്നും പ്രയോറിറ്റി ഉണ്ടാവില്ല. ഡ്രൈവിംഗിന്റെ നിയമങ്ങളിലുള്ളതാണ്. കയറി വരുന്ന വണ്ടിക്ക് ആദ്യം പ്രയോറിറ്റി. അത് എല്ലായിടത്തും ഇറങ്ങി പോകുന്ന വണ്ടികൾ ഇറങ്ങി പോകാം. ലോഡായാലും ശരി കൊണ്ടിറങ്ങി എല്ലാം അത് ശരിയാ. കയറി വരുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി. കയറി പോകുന്ന നമുക്ക് ലോഡഡ് ആണോ ലോഡഡ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അത് ശരിയാ. ഇറങ്ങി വരുന്ന വണ്ടി എല്ലാവർക്കും നിർത്തിക്കൊടുക്കും. അപ്പൊ അവര് നിർത്തണം. പാട്ടിന് സൗണ്ട് ഇല്ല. ഫോണിൽ കൂട്ടേണ്ടി വരും. ഇവിടെ ഞാൻ കൂട്ടിയില്ല. ഇതിപ്പോ സൗണ്ട് അവനിപ്പോ വളം ചെയ്തിരിക്കുന്നതാണ്. ബ്ലൂടൂത്ത് ഓഡിയോ നിനക്ക് അവിടെ പറ്റുമോ? കൂട്ടണ്ട മതി. പാട്ട് പണ്ട് തലവേദന എടുക്കും. ഇനി എത്ര കിലോമീറ്റർ ഓടെ ഏട്ടാ? ഇനി 10-40 കിലോമീറ്റർ ഇല്ലേ? കാണുന്നില്ല. ഒന്നുമില്ല. റേഞ്ചിലെ സുന പോയി. അത് പോകുന്ന എനിക്കറിയാം. കത്തിച്ച് വരില്ല ചങ്ങായിയെ. നമ്മൾ അതിന്റെ മുകളിൽ എത്തുമ്പോഴാണ് ഇങ്ങനെ അറിയാൻ ശരി ഇവിടേക്കായിരുന്നു വന്നിരുന്നത്. മറ്റേ മരങ്ങളില്ലേ നമ്മളെന്താണ് പൈൻ മരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ഹൈറ്റ് കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ. വൈൻ മരങ്ങളാണ്. അതന്നെ ഒരു ഹൈറ്റ് കഴിഞ്ഞാൽ തുടങ്ങുള്ളൂ. മരക്കാലിൽ വീടുകൾ ടാങ്കാണ്, വീടല്ല. ഇവിടുത്തെ റോഡ് താഴെയുള്ളത് എന്തല്ലേ ഭയങ്കര തന്നെ. ഇവരുടെ ജീവിതം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ എവിടെ എത്താനായിട്ട് അതൊക്കെ കൊണ്ടുകൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇവിടെ എല്ലാത്തിനും വില കടക്കാരുണ്ടല്ലോ കേട്ടോ. ഇവിടെ എല്ലാത്തിനും വില കൂടുന്നത്. ഇവിടെ ഗുവാഹട്ടിയിലും പിന്നെ അല്ല വെസ്റ്റ് ബംഗാളിലും അവിടെയും ഇവിടെയുള്ള കച്ചവടക്കാരാണ് പൈസ ലാഭം ഉണ്ടാക്കുന്നത്. ഇവർക്കുണ്ട് ഇവിടുത്തെ കച്ചവടക്കാർ. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകാരെ കൊണ്ടുള്ള മെയിൻ ലാഭം അവരുണ്ടാക്കും. ഇവിടെ ബൈ ട്രെയിൻ ഗുവാഹട്ടി വന്നിട്ട് അവിടെ നിന്ന് ബൈ ബസ് അല്ലെങ്കിൽ ഇവിടോ അല്ലേ? നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഗുവാഹട്ടി. ഇതോ ഇവിടെ ഇവിടെയോ? ഇല്ല, ഇവിടെ നിയറസ്റ്റ് പിന്നെ ഇത് സിലിഗുഡി റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് അവിടുന്ന് ഇങ്ങനത്തെ വല്ല വണ്ടിയും പിടിച്ച് ഇവിടെ എത്തണം. ഇവിടെ നോ ട്രാൻസ്പോർട്ട്. അവിടുന്ന് സിലിഗുഡി കൽക്കട്ടയിൽ നിന്ന് മാലും കൊണ്ട് അയക്കുന്നത് സാധനങ്ങളെ കച്ചവടക്കാര് ബൾക്കായിട്ട് അയക്കും. ഇവിടെ ഗോഡൗണോ എന്തെങ്കിലും അവിടെ ലാഭം മുഴുവൻ കൂടുതലും പോകുന്നത് അവർക്കാണ്. ഇരട്ടി വിലയായിരിക്കല്ലോ എല്ലാ സാധനവും. ഇവിടെ എത്ര നേരം ഉറങ്ങിക്കിടക്കായിരുന്നടി വണ്ടി. വരുമ്പോഴല്ലേ അവള് വെസ്റ്റ് ബംഗാളിന്റെ വണ്ടി വലിയ വലിയ വണ്ടി കേട്ടോ. In 500 meters, keep right.
ഡാർജിലിംഗ് കഴിഞ്ഞാൽ പിന്നെ ഇതാ പൈൻ മരങ്ങളിലെ ഇതിങ്ങനെ പക്ഷേ ഇതുണ്ടെങ്കിൽ ഇത് കേട്ടോ ഇതുണ്ടെങ്കിൽ ഈ സ്ലൈഡിങ്ങിനൊക്കെ വളരെ സപ്പോർട്ടല്ലേ അല്ലേ പൈൻ മരങ്ങൾ വല്ലാത്തൊരു അല്ലേ വല്ലാത്തൊരു സ്ഥലവും വല്ലാത്തൊരു ഇതോ അല്ല ഈ തട്ടായിട്ടുള്ള ഇങ്ങനെ സ്ഥലങ്ങളില് വീട് അതിനുശേഷം പിന്നെ ഇത്രയും വലിയ വലിയ മരങ്ങൾ നോക്കും ഇവിടെ വീട് ഉണ്ടാക്കാനാണ് ഇത് ഈ ചുമരിടിയാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന മരങ്ങൾ കണ്ടോ ബീഹാറിലെ ആൾക്കാര് ഇത് ചെയ്യുന്നത് എന്ത് ഇഷ്ടിക ഉണ്ടാക്കുന്നത്. ഇവിടെ ഇഷ്ടിക അവിടെ വീടുണ്ടാക്കി കഴിഞ്ഞാൽ വിവരം ഇഷ്ടിക ഇഷ്ടിക വീടുണ്ടാക്കണ ഈ റോഡിന്റെ മേൽഭാഗത്ത് സ്ഥലമുള്ളവർക്ക് ഉണ്ടാക്കാം. താഴെ വീടുണ്ടാക്കണമെങ്കിൽ മരം തന്നെ വേണം. ഇത് Now keep right. റൈറ്റ് പറഞ്ഞിട്ട് എങ്ങനെ റൈറ്റിലേക്ക് എന്താ ചെയ്യ മോളെ അല്ലേ കീപ്പ് റൈറ്റ് എന്ന് പറഞ്ഞു. About 3.4 kilometer. Keep straight on this road. എന്നാ പിന്നെ ഒന്നും കൂടി അടിക്കണ്ട അല്ലേ? വേണം. റൂമിന് എപ്പോ കിട്ടും എത്ര പൈസ കിട്ടും എന്നൊക്കെ നോക്കാം. ഇനി എത്ര ഉണ്ട്? ഇനിയോ എന്താ അരമണിക്കൂർ 30 കിലോമീറ്റർ ഉണ്ട്. 30 കിലോമീറ്റർ അല്ല. പക്ഷേ അതില് പ്രത്യേകിച്ച് ആ മാപ്പിലൊന്ന് ടച്ച് ചെയ്യും. 26 കിലോമീറ്റർ അരമണിക്കൂർ. അവര് നിർത്തി ഇവിടുത്തെ താഴ്ന്ന ആൾക്കാരെ പെട്ടെന്ന് അത് ഇറങ്ങിപ്പോയി നിർത്തി കൊടുക്കണ്ടേ? ലൈറ്റ് ഉണ്ട് കണ്ണാണല്ലോ. എല്ലാം കയറി വരുന്നവർക്കാണ് പ്രയോറിറ്റി മനസ്സിലായില്ല. കയറി ഞാനും മറന്നു കേട്ടോ. കഴിഞ്ഞാൽ ഓർക്കും പ്രശ്നമാണ്. ഇനിയിപ്പോ ഇറങ്ങാണ് കേട്ടോ. ഇനിയിപ്പോ നീ ഇറങ്ങുന്നില്ല. ഇറങ്ങുന്നല്ല നമ്മൾ കയറുന്നത്. നമ്മള് കയറി തന്നെയാണ്. ശരി അല്ല ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇറങ്ങാണ്. എന്താണ് ഈ അത് ഇറക്കല്ലത്. ഇതിപ്പോ സ്ട്രൈറ്റാ, മെയിൻ റോഡ് സ്ട്രൈറ്റില്ല. ഇതിപ്പോ കേറുകയാണ്, കണ്ടില്ലേ? ഇവിടെ കണ്ടോ, അത് കണ്ടോ കേറുന്ന മുകളിലോട്ട്. കയറും ഇനിയും കയറും. ഇത് ഷെയർ മാർക്കറ്റ് മാതിരിയാണല്ലോ. അതെ. ഇങ്ങനെ പിന്നെ കയറും. ഇനി കയറുകയാണ് ഇപ്പൊ. ഇനിയും കയറും ഇനിയും ഹൈറ്റിലേക്ക് കയറണം. ഇത് നമ്മള് ശരിക്കും ഉയരം കൂടുന്നത് ഡാർജിലിംഗിന്റെ ഒറിജിനൽ ഹൈറ്റിലേക്ക് എത്തിയിട്ടില്ല. ഇനി 26 കിലോമീറ്റർ തന്നെ നല്ലൊരു ഹൈറ്റിലേക്ക് എത്തും. 26 കിലോമീറ്റർ നല്ല ഹൈറ്റാണ്. അവര് ചിലപ്പോ ഇറങ്ങുന്നുണ്ടല്ലോ. അവര് ഇറങ്ങുന്നോണ്ടാണ് കുറച്ച് സ്പീഡ്. അതാണ് അവര് നിർത്തി തന്നെ നമുക്ക് അവരിറങ്ങുന്നോണ്ടാണ് നമുക്ക് നമുക്ക്. അതന്നെ അവരിറങ്ങാണ്, നമ്മള് കേറുകയാണ്. നാളെ നീ ദയവായി ചെയ്യണം. ലോഡ് ഉണ്ടായിക്കോട്ടെ. ഇനി എങ്ങനെ വന്നാലും നമ്മൾ ഇറങ്ങി പോകുന്നവര് നിർത്തി കൊടുക്കണം ഉറപ്പായിട്ടും. നമ്മൾ ആദ്യമായിട്ടല്ല കൂടി വേണം. നോക്ക്, ഇതിനേക്കാളും ഒരു ലേശമായിട്ട് കൊടുക്കണം. നമ്മൾ അവിടെ അതിലെ പോകേണ്ടത് അപ്പുറത്ത്. ഇവിടെ ഇതാ അതിലെ ആ റോഡ് കൂടെ പോകേണ്ടത്. അത് പോകുന്നുണ്ട്. അതൊക്കെ കയറി പോകുന്നത്. നമ്മൾ അവിടേക്ക് എത്തേണ്ടത്. അവിടെ എത്തി അവിടെ പിന്നെ അടുത്ത വളവിന് മുകളിലേക്ക് കയറും. അവിടേക്ക് എത്തണം. മുകളിലേക്ക് അവിടെ എത്തണം. എന്നാ പിന്നെ ഒരു സൈഡ് നോക്കിയിട്ടേ പറ്റെങ്കിൽ ഒരു സൈഡ് നോക്കിയിട്ട് നിർത്തുക. നിർത്തുന്ന പരിപാടി. ഇനി ഡാർജിലിംഗില് ഡാർജിലിംഗ് നേരെ നമ്മളെ ഇവിടെ കൊണ്ടുപോയി നിർത്തി. ഡാർജിലിംഗ് നമ്മളെ ഹോട്ടലിന് മുമ്പിൽ കൊണ്ടുപോയി മറ്റേ ഹോട്ടലിൽ രണ്ട് പേക്കിലുണ്ടല്ലോ. കംപ്ലീറ്റ് ഏണി. ഇല്ല അങ്ങനെ കയറിയിട്ടില്ല. രണ്ട് പേക്ക് സജി എടി കൊണ്ട് നടക്കാം. ഒറ്റ പേക്ക് അതാ ഞാൻ കുടിക്കാത്ത ഭയങ്കര രസം. ഒറ്റ പേക്ക് ഏണി വെച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഏണി കൊണ്ട് നടക്കാൻ തുടങ്ങി. ഇനി അത് വെച്ച് ചാരി വെച്ച് കയറേണ്ട ആവശ്യം. ഈ കസേരയും കൊണ്ടായിരുന്ന ഏണിന്റെ അടിയുള്ള അത് അവസാനം കഷ്ടം മക്കളെ കഷ്ടം. അതോ ഈ തിരിയുന്ന കസേരയാണോ? നാട്ടുകാർ മുഴുവൻ അടിക്കാനല്ല. അല്ലല്ല, 4 ഭാഗത്ത് കൂടി പോകുന്നവരൊക്കെ ജയിലിൽ പോയാലും ഒരൊറ്റ അടി കൊണ്ട് റൗണ്ട് അബൌട്ടിൽ വെച്ചാ പോരെ. അല്ല ജയിലിൽ പോയാലും ചെറിയ തട്ടി പുറത്തേക്ക് ഇരിക്കണമെന്ന് പറയും. പോകുന്നവർ ഇങ്ങനെ തട്ടി വിടും. ഇങ്ങനെ കറങ്ങിക്കൊണ്ട് പോകും. ജയിലിൽ പോയാലും ഒറ്റ അടി ഒഴിവാ വരുന്നത് ഒക്കെ നമുക്കൊരു കിട്ടണം.
ഇതെങ്ങനെ കയറി വന്നിട്ടുണ്ടാവും ഒരാഴ്ച? ഇതോ ഇത് ഇതൊക്കെ മറ്റേ ഇതിൽ ഫ്ലൈറ്റിൽ കൊണ്ട് താഴത്തേക്ക് ഇറക്കിയ ഇങ്ങനെ തൂക്കിയിട്ടായിരിക്കും. പണ്ട് വന്നപ്പോ ഇങ്ങനെ ഒന്നല്ല ഫ്ലൈറ്റ് ഇതൊന്നും ഒരിക്കൽ കയറി വന്നു കഴിഞ്ഞാൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. ജീവിതകാലം മുഴുവൻ ഇവിടെ പണിയെടുത്തിട്ട് ഈ വണ്ടി ഇവിടെ തന്നെ കത്തിച്ച്. അത് ഇവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചോളൂ. അത് പിന്നെ ഹെറിറ്റേജ്. അപ്പൊ ആദ്യ റോഡ് ഇങ്ങനെ ആയിക്കോട്ടോ. ജൽപായ് ഇതൊക്കെ ഇവിടെ ഇടിഞ്ഞിട്ടാണ് ഇങ്ങനെ കയറി. ആ ഈ സൈഡ് മറ്റേ ഇത് ഒട്ടിച്ചുണ്ടോ? ഇടിച്ച് പിന്നാണ് കാലിൽ കെട്ടി അതാ JCB ഒന്നും ഇടിച്ചിട്ടില്ലേ, റോഡാക്കിയതാണ്. ആക്കിയത്. ഈ മണ്ണൊക്കെ ട്രാക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇതിനെ കൊണ്ട് എങ്ങനെയാ പോയി ഈ ജെൻസെറ്റ് എങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാവും? ഇതൊക്കെ കൊണ്ടുവരും. ട്രാക്ക് കൂടിയാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ. അത് കിട്ടൂലേ? ഓ കിട്ടും, എല്ലാം കിട്ടും. മാറ്റി പറഞ്ഞില്ല, മാടം പറഞ്ഞത് ശരിയാ. ഏത്? 2 മണിക്കൂർ പിടിക്കുന്നു. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഇതിനുള്ളിൽ കയറ്റി വാങ്ങി വിടാൻ മതി. അവരുടെ വണ്ടി വരും. അവർ എങ്ങനെ കയറ്റം ചെയ്യാം? അതുകൊണ്ട് അവർ നിർത്തി തന്നല്ലേ. ഒന്ന് ബാങ്ക് പറഞ്ഞൂടെ? ഞാൻ ഓൺ അടിച്ചിട്ട് വന്ന് നിർത്തി. അല്ലെങ്കിൽ അവർക്ക് തോന്നി രണ്ടാമത് തുടങ്ങി കെട്ടിണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ഡിപ്പർ കൊടുക്ക്. അല്ലെങ്കിൽ ഇപ്പറിൽ തന്നെയാണുള്ളത്. എവിടെ പിന്നല്ലാണ്ട് കാണാൻ സൈൻ നോക്കിയാൽ ഇതെന്താ ഇതാണ് ഇത്. ഇനി എത്ര ദൂരം നോക്കി റൂട്ട്? അതതിന്റെ ലൈറ്റ് കൂടുതലോട് തോന്നി. നീലയാണ് എപ്പോഴും അപ്പർ, പച്ച ടിപ്പർ, മറ്റേ ടോറസ്. ഓഹോ അപ്പൊ അതാണല്ലേ കാര്യം. ഓഹോ നോക്ക് വീടിന്റെ സൈഡിൽ കൂടി കാണുന്നത് ഇതിന്റെ ചെറിയ റെയിൽ പാളമാണ്. ട്രാക്കാണ്. ടോയ് ട്രെയിൻ. സൈഡിൽ കൂടെ ഒരു ചങ്ങായി പോകുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് ഡൗൺ ആയി. ഈ മലയുടെ ഈ നിൽക്കുന്നതാണ് ഇവിടുത്തെ കച്ചവടക്കാരത്തിയായിട്ടുള്ള ചേച്ചി. ഏകദേശം ഒക്കെ ഒരു പച്ചക്കറി വിൽക്കാൻ വേണ്ടി. പക്ഷെ ഇനിയും കുറെ കയറി പോകാണ്ട് മാപ്പില് ഉള്ള റൂട്ട് കണ്ടാൽ തന്നെ കയറി പോകല്ല, ഇനി ഇറങ്ങി പോകുക. അല്ല കയറി തന്നെ, കുറച്ചും കൂടി കയറി പിന്നെ ഇറങ്ങേണ്ടി വരും. പിന്നെ ചെറിയ റോഡിലേക്ക് പോവാം. കല്ലിട്ട് കല്ല് വെച്ചതോ മഞ്ഞ് വീഴുമ്പോഴേ വെളുപ്പിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മഞ്ഞുണ്ടാകും. ഇവിടെ പിന്നെ ഇവിടെ നിന്ന് മഞ്ഞ് ഡാർജിലിംഗിൽ മഞ്ഞ് വീഴും. 850 സിലിഗുരിയില് മഞ്ഞ് വീണ ഫോട്ടോല്ലേ കാണിച്ചു തരുന്നത്. 9,000 ഹൈറ്റിന് മേലോട്ട് മഞ്ഞ് വീഴും ഡിസംബറിലും ഇത് ഇറക്കിറങ്ങുന്നതുകൊണ്ട് അത് പച്ച തന്നെ ഉള്ളത്. അല്ല വണ്ടി ഇറങ്ങി പോകുന്നു. ഇതെന്ന് വെച്ചാൽ ഈ ടൗണും അല്ലേ, ജനങ്ങളെ നെഞ്ഞത്തേക്ക് വാങ്ങി പറഞ്ഞ വെച്ചിട്ട്. ഇനി എത്ര കിലോമീറ്റർ പറഞ്ഞേ? ये अभी आपको 50 की 5 कमती है. എന്താ 44 ഉണ്ട് ഡാർജിലിംഗിലേക്ക്. ആ 1 മണിക്കൂറും. റോഡ് മോശം. ഇത് കുഴപ്പമില്ല, ബീഹാറിനൊക്കെ ആ എത്രയോ നല്ലതാ. ബീഹാറിൽ ഇങ്ങനത്തെ റോഡാണ് ഉണ്ടെങ്കിൽ എന്നാ കഴിഞ്ഞ എത്തിക്കത് നമ്മളെപ്പോ എത്തിണ്ടാവും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇത് പൊളിക്കുക, രണ്ടാൾ അപ്പുറം നിന്നിട്ട് വണ്ടി താഴത്തേക്ക് ഇറക്കി കൊടുക്ക. വണ്ടി വരുമ്പോ സൈഡിലേക്ക് കയറ്റി കൊടുക്കുക. മറ്റേ സാധനം അല്ലേ? പകല് നല്ലൊരു കാഴ്ചയായിരിക്കും. ഇറങ്ങി പോകുമ്പോൾ കാണാം. ആറ് മണിക്കായിട്ടുള്ളൂ കേട്ടോ. 6:05 ആയിട്ടുള്ളൂ. പണ്ട് കഴിഞ്ഞാൽ എത്ര മണിയായിരുന്നു? 8-9 മണിയായിരുന്നു. ഒറ്റ കറവൊക്കെ കുത്തി നിർത്തിയ താഴെ എന്തോ സാധനം ഇട്ടിട്ട് താഴെ കയറുന്ന മുകളിൽ കയറുന്നല്ല. ഇത് ഫുള്ള് മുകളിലായിരിക്കുമല്ലോ. എങ്ങനത്തെ പകുതി കയറി താഴത്തേക്ക് ഇറങ്ങാം. എന്താ പിന്നെ നമ്മൾ താഴെക്കൂടിയും കൂട്ടല്ലേ? അതൊരു ചോദ്യമാണ്. മുകളിലെത്തുമ്പോഴല്ലേ തണുപ്പുണ്ടാവുള്ളൂ അല്ലേ? തണുപ്പൊന്നും ഇല്ല ഇവിടെ. ഹീറ്റ് വർക്ക് ചെയ്യുന്നില്ലേ? ഇവിടെ നടുകൂടി അവൻ്റെ റെയിൽ ഇവരൊന്നും ഒന്നും ചെയ്തു. ഇവിടെ ഹോൺ അടിക്കാൻ പാടില്ല. എന്താ അറിയോ, എല്ലാവരും ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ട്. അവരെ ശല്യം ചെയ്ത് ഹോൺ അടിക്കാതെ. ആരെങ്കിലും ഹോൺ അടിക്കണ്ടോ? ഈ സമയത്ത് ആരാ അവർക്ക് ഉറങ്ങാൻ പറഞ്ഞു? 7 മണിക്ക് ഒറ്റ കുട്ടി ഇവിടെ ഹോൺ അടിക്കുന്നില്ല.
ആ ഇവർക്ക് ശല്യം വരാൻ പാടില്ല. അതിനത് പിള്ളേർ ഉറങ്ങാനായിട്ടില്ല, 7:12 ആയിട്ടുള്ളൂ. ഇവിടുത്തെ പറയാൻ പറ്റില്ല. അപ്പുറം അടിച്ചു നമ്മൾ ഓരോ ഉറക്കല്ല, നമ്മൾ ഉറങ്ങാണ്ട് പോണോ അതുകൊണ്ട് ഓരൊക്കെ വരുന്നുണ്ടല്ലേ സൈഡ്. ഈ അടിച്ചോ ഇതൊക്കെ അടിക്കാനുള്ള സാധനം, അത് അടിക്കാനുള്ള സാധനത്തിന് പിടിക്കാൻ പറ്റും. അല്ല അത് ഞമ്മക്കിപ്പോ മനസ്സിലായത് ബീഹാറിൽ വന്നതിനെ കൊണ്ടല്ലേ ഇതൊക്കെ ഓൺ അടിക്കാനുള്ള സാധനം. ചവിട്ടി കയറി എങ്ങനെയാ നമ്മളിങ്ങനെ പോവാണ്, നമ്മള് ശരിക്ക് ഓടിക്കണ്ടേ. അപ്പൊ ഒരു പാവം സൈഡിൽ കൂടെ ഓനെ നഞ്ഞത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ വരുന്നവരെ മുഴുവൻ ഓന് ബ്രേക്ക് ഇല്ലെങ്കിലാണ് ഈ നായിന്റെ മക്കളത്ത് ബ്രേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ലേ. അതാണ് ചിലപ്പോ ചപ്പൽ ആദ്യം അവന്റെ ചെരുപ്പ് ആദ്യം നോക്കണം. ഈ ശരിക്കുണ്ടല്ലോ ഗൾഫിലെ ഡ്രൈവർമാർ അധികം എടുക്കുന്നത് പഞ്ചാബികളാ, പിന്നെ മലയാളീസ്, പിന്നെ നേപ്പാള് ടീമുകളാണ് ഡ്രൈവറായി എടുക്കുക. ബീഹാറീസിനൊക്കെ ഡ്രൈവറാക്കി എടുക്കൽ തന്നെ ഉണ്ടാവില്ല. അതിപ്പോ നമ്മളും പഠിച്ചതാണ്. ഇവിടെ നമ്മള് ഈ ബീഹാറിലെ ബൈക്കിലൊക്കെ വരുന്നവന്മാരുണ്ടല്ലോ, അത് എങ്ങനെയാ അതിന് ബ്രേക്ക് ഉണ്ടോന്ന് മനസ്സിലാക്കേണ്ട അറിയോ? ഓന്റെ വലത്തേ കാലിന്റെ ചെരുപ്പ് നോക്കണം. ചെരുപ്പ് തേഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്കില്ല. അതൊക്കെ ആ നോക്കുമ്പോഴത്തേക്കോ വന്ന് കുത്തി മറിഞ്ഞ് നമ്മളെ മേത്തൊക്കെ വീണ് എല്ലാം കൊണ്ട് ആശയുണ്ടാവും. നേരത്തെ ലോഡ് വണ്ടിയാണോ നല്ല നോക്കുന്നത്? ഓന്റെ കാല് നോക്കാതെ, കാല് ഈ കുറഞ്ഞ സമയത്ത് ഓന്റെ കാല് നോക്കാൻ പറ്റും. ഇടിച്ച് തരവത്തിന് മറിഞ്ഞു കഴിഞ്ഞിട്ട് നോക്കാൻ പറ്റും. അങ്ങനെയുണ്ട്. ചെരുപ്പിന് ഇതുണ്ടോ ഗ്രിപ്പ് ഉണ്ടോ നോക്കാം. സോൾ ഉണ്ടോ നോക്കാം. സോൾ ഇല്ലെങ്കിൽ മനസ്സിലാക്കിക്കൂടാ ഓന് ബ്രേക്ക്. അങ്ങനെ നോക്കാൻ നിന്ന് എന്റെ പണിയാവും. ഒരു കാര്യം ചെയ്ത ഒരു സോളില്ലാതെ ചെരുപ്പില്ലേ വണ്ടിന് മുമ്പ് തന്നെ കെട്ടി തൂക്കിടും. നമുക്ക് അത് കണ്ടിട്ട് അത് ആർട്ടിനടുത്ത് പറഞ്ഞത് അല്ലേ? ഇവന്മാര് ബ്രേക്ക് ഉണ്ടാക്കിയിട്ടും നല്ല ഡ്രൈവിംഗ് പഠിച്ചിരുന്നു ഒരിക്കലും നടക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ശരി. Now keep left. ചേച്ചിയെ ഒന്ന് സൈഡാകാൻ നമ്മളെ മറ്റേ ഇവരെ ഭാര്യന്റെ പേരെന്തായിരുന്നു? കുട്ടിമാമന്റെ അതിലത്തെ നേപ്പാളില് കുട്ടിമാമന്റെ ഡോൾബി മാമിയോ ആണല്ലേ? In 500 meters, turn right. മറ്റേ യോധയില് മറ്റേ പോകുന്നില്ലേ ഡോൾമ ആന്റീന്റെ കയ്യിൽ മാമീന്റെ കയ്യിൽ നിന്ന്. എന്നെ വിട്ടുതരാം, ഇപ്പൊ വിട്ടുതരാം. നേപ്പാളീസ് അധികവും ഇവിടെ ഉള്ളത് ഡോൾമാസ്. ടാസ്കി താങ്ക് യു പറഞ്ഞു. നീ പറഞ്ഞിട്ട് ഓൻ ടാങ്ക് അല്ല, ഓൻ അപ്പാച്ചിയാ. ഈ വണ്ടി ആ വണ്ടിയെ തോപ്പിച്ചു. In 200 meters, turn right. വന്നല്ലേ ഇത്രയും ടണ്ണ് അടിച്ചപ്പോ നീ എവിടെയായിരുന്നു അടി? ഇനിയുണ്ട് 23 കിലോമീറ്റർ പോനെ. എന്ത് രസമുള്ള റോഡുകളാണ്. രാജേഷ് എങ്ങനെ ആസ്വദിച്ചും കൊണ്ട് രാജേഷ് കംപ്ലീറ്റ് ചെറിയനോട് കേട്ടെന്ന് നക്കി കുട്ടിയാണ് ഓടിക്കുന്നത്. അല്ലയോ രാജേഷ് പറയുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ, റെക്കോർഡ് ആകുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഒരു എഡിറ്റും ഇല്ല കേട്ടോ. എഡിറ്റ് ചെയ്തില്ല. ഇതൊക്കെ പച്ച മലയാളത്തിലാണ് യൂട്യൂബിൽ അപ്ലോഡ് ആകുന്നത്. Now അവിടെ turn എത്തുമ്പോ right. ഒരു ക്യൂ എന്നുള്ള ഒച്ച. ഇതെല്ലാം നമ്മള് കയറ്റി വിട്ടല്ലോ. അല്ലല്ല ഓൾറെഡി വന്നെ. നമ്മള് പുറകില് ഇതിനേക്കാൾ പണ്ടത്തെ ടാറ്റന്റെ ലൈലന്റ് ട്രക്കൊക്കെ അതിലേ നോക്കിയിരുന്നു. ഇതിന് ശേഷമാണ് കാൻഡർ. അത് കഴിഞ്ഞിട്ട് ഏഷ്യർ അല്ലേ? DCM ടൊയോട്ട. SML-ന്റെ ഫുൾ ഫോം അറിയില്ല. സത്ലജ് SML. ഗൾഫിൽ കംപ്ലീറ്റ് ബാധിക്കാണ്ടായിരുന്നു. എനിക്കില്ല. പണ്ടേ ഇല്ല. സത്ലജ് പാകിസ്ഥാനിലല്ലേ? സത്ലജ് പാകിസ്ഥാനിൽ. അത് സൂര്യ മോട്ടോർ പഞ്ചാബ് എന്നുള്ള സംഭവം ഓടിയില്ലേ വണ്ടി? ബോഡി ഉണ്ടാക്കുന്നത് എന്തായാലും പാകിസ്ഥാനി. അത്ര അടിച്ച് കൂട്ടി. സത്ലജ് നദി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാകിസ്ഥാനിലല്ലേ? ഇതേ കൂടെ അല്ലേ പോകുന്നത്? ഏയ് സിന്ധു ആവുമ്പോഴേ എത്തുമ്പോ തോന്നുന്നു. സിന്ധു നദി ഇന്ത്യയിലേക്ക് എത്തുന്നില്ല. സിന്ധു നദി ഹിമാലയത്തിൽ നിന്ന് ലഡാക്കിൽ നിന്നൊക്കെ ഉത്ഭവിച്ചിട്ട് നേരെ പാകിസ്ഥാനിലേക്ക് പോകുന്നത്. അത് സിന്ധു നദി എന്ന് പറഞ്ഞാല് നമ്മളെ പറ്റിച്ചില്ലേ, കാല് മാറിയില്ലേ ഇന്ത്യയിലേക്ക് വരുന്ന സാധനം. ഡൈവേർട്ടാക്കിയല്ലേ?
ഡ്രൈവോട്ട് ആക്കിയല്ല ഓട് പറ്റിച്ച് നമ്മളെ. ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ മുന്നിലുണ്ടോ സത്ലജ് പോകുന്നു? കത്തിച്ചിടുക. ആ ബസ് ഈ ബസ്സിനെ തോപ്പിക്കുവാണ്. ഒന്നും കൂടെ വെച്ചാൽ രണ്ട് വണ്ടി ഉണ്ട്, ഒന്നല്ല രണ്ട്. അവര് നിർത്തിയാൽ പോയിക്കോ. പിന്നല്ല, അവര് സിമെന്റ് കൊണ്ടുവന്നു. സിമെന്റ് മണ്ണല്ലോ, അധികം ഇങ്ങോട്ട് വരുന്നു. അല്ല ഫുള്ള് ലോഡ് കൊണ്ടുപോകണേ ഇവിടേക്കുള്ള. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ആസാമിൽ നിന്ന് മാത്രം ഇങ്ങോട്ട് അധികം വണ്ടി വരും. പക്ഷെ ഇവര് നമ്മളിപ്പോ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ? അവര് പിന്നെ താഴെ കയറി വരല്ലേ? പഞ്ചാബിൽ നിന്നൊന്നും നേരിട്ട് മാൽ ഇങ്ങോട്ട് വരില്ല. ഒക്കെ ഇവിടുത്തെ താഴത്തെ ഏജന്റുമാർക്ക് വരും. തന്നെയാന്ന് തോന്നുന്നു. തോന്നുന്നു അത് പറഞ്ഞത് അളിയനുണ്ടെങ്കിൽ Keep straight on this road. പിന്നെ ഈ സത്യം ഞാൻ ഇതുവരെ കണ്ടില്ല. വണ്ടി ഗൂഗിൾ തന്നെ വണ്ടി നിർത്തിട്ടാ വണ്ടി നിർത്തി പെട്ടെന്ന് ഇതാക്കിയാൽ മതി. റിവേഴ്സ് ഗിയർ ഗൂഗിളിന്റെ ഏജന്റ് രാജേഷ് റിവേഴ്സ് ഗിയർ മതി. അപ്പൊ അതിന്റെ ഇതുണ്ടോ, ഒഴിവുണ്ടോ? നേരെ വെച്ച് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ് കത്തിക്കളുണ്ട്. ഇങ്ങനെ ഇതിന്റെ മുകളിലൊക്കെ ലോഡ് ഇത് ഇവിടേക്ക് പോകുന്ന സാധനം കേട്ടോ. എണ്ണ തപ്പ് ഇത് സിമെന്റ് ലോറി ബാക്കിലായി ചോര ഇടിഞ്ഞ് അങ്ങോട്ടുണ്ട് സത്ലജ് നിർത്തിച്ചിട്ട്. ആരോടും മിണ്ടാതെ എന്താണ് പാവട്ട വിടലിടുന്നത്. ഒരു വിടലാണ്. ജവഹർലാലും ഇതൊക്കെ ഇടിച്ച് സുഭാഷും പലവായി ഞാൻ ഇങ്ങനെ കടന്നുറങ്ങുമ്പോ ബന്ധല്ലേ ജനലിൽ നിന്ന് കരകര 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 ഒരു ശബ്ദം. ഇടിച്ച് നെഹ്റു നോക്കുമ്പോ ആരാണ് അങ്ങനെയല്ല, മുറ്റത്തൊരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നത്. അന്ന് ഓട്ടോറിക്ഷ ഉണ്ടോ നോക്കുമ്പോ ആരാണ് അപ്പൊ ആരാണ് നാരായണി ആരോ വിളിക്കുന്നു. ആരാണ് 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 അല്ല മറ്റേ കാല് മുറിഞ്ഞൊരു കേസ് പറഞ്ഞില്ലേ, ഒരു കാട്ടുകൂട് ഓടിക്കഴിഞ്ഞാൽ അതിന്റെ അത് നല്ല ഫുള്ള് Straight on പച്ചമരുന്നാണ്. this road. കംപ്ലീറ്റ് മുറിയും പോയി. അതെന്താ കാരണം ആ കാട്ടിൽ നിറച്ചും പച്ചമരുന്നാണ്. എമ്മാരി വിടലാണ് എന്റെ ബാബട്ടാ. കാണാനായിട്ടാ നിങ്ങൾ ഇങ്ങനത്തെ വിടലാണ്. അങ്ങനെയാണ് കേരളത്തെ കന്യാകുമാരി കേരളം ഇത്രയൊക്കെ മറ്റേ About 7.6 kilometer. Keep straight on this road. ഞാനോ റോഡാണ് കേട്ടോ. അവിടെ പോയിട്ട് തിരിഞ്ഞിട്ട് പിന്നെ അവിടെ അധ്യക്ഷൻ കാണുന്നില്ല. ഓ കാണുന്നില്ല, ചെക്കൻ പോയിക്കോട്ടെ. നമ്മളായിട്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. നമ്മളൊരു ഞാനോ എൻഡിലേക്ക് പോട്ടോ. ആണല്ലേ? അതൊരു വലിയ വ്യൂ പോയിന്റ് ആയിരുന്നു. അങ്ങനെയാണ് അവിടെ ഒരു 2 മിനിറ്റ് മൂത്രം പീനെങ്കിൽ മൂത്രം പിന്നെ മൂത്രം കറണേക്കില്ലേ മൂത്രിക്കില്ലേ മൂത്രിക്കലിയെ കൃഷ്ണമൂത്രി. മാപ്പിന്റെ ഒരു ഫോട്ടോ ആരെങ്കിലും എടുത്തു. അത് നേരെ താഴത്തുനിന്ന് അതിന് എടുക്കേണ്ടി നല്ല ക്ലിയർ ആവും. ഈ എൻഡിലേക്ക് പോകുന്നത് ഒരു ഫോട്ടോ ആണ്.
എന്റെ മോളെ 6 മണി ഞാൻ ഫോട്ടോ കിട്ടൂല. നമ്മുടെ പുറകിൽ വണ്ടി വരുന്നുണ്ട്. പുറകിൽ വണ്ടി വന്നത് മോട്ടോർ എടുക്കുന്നത് എന്താ? അല്ല ഓണം വിടും പോയിക്കോട്ടെ. വേണോട്ടെ വേണം. ഇവനോട് ഇവിടെയുള്ള വെസ്റ്റ് ബംഗാളിന്റെ വണ്ടിയാണ്. അവൻ പോയിക്കോട്ടെ. വണ്ടീന്റെ പേരാണ്. സ്ഥിരം പോകുന്ന സ്ഥിരം പോകുന്ന തടഞ്ഞു നിർത്തി കഴിഞ്ഞാല് അവൻ പോയി നാളെ ബീച്ചിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ പിന്നെ സുരേഷ് ചേട്ടനാണ്. അപ്പൊ പിന്നെ എനിക്ക് സേതു ചേട്ടനാവുണ്ട്. 5 ആളുണ്ടാവും. അപ്പൊ എനിക്ക് ചെയ്തിട്ടുണ്ടാവുന്നത് ഏത് മുങ്ങാനല്ല, ഏത് മുങ്ങി ചെയ്തു അടീന്റെ പത്തേക്ക് വരില്ല. ഞങ്ങൾ നിന്ന് ഒന്നുകൂടി അതടുത്ത് എന്തെങ്കിലും ഇതിൽ വെക്കേണ്ടി തോന്നുന്നു. ഇവ മൂന്ന് വണ്ടി നോക്കാം തുറക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഞാൻ വണ്ടി റെഡിയാക്കി നിന്നോളാം. നിന്ന് തല്ലുമ്പോ കണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അഥവാ 2 ആള് പോയിട്ട് ഏണി വെച്ച് കഴിഞ്ഞാല് വണ്ടീന്റെ അടുത്തേക്ക് ഓടി വരരുത്. നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഓടിക്കോളുക. വണ്ടീന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാല് ഞമ്മക്ക് തല്ലിട്ടു എല്ലാവരും. ഏണി വെക്കേണ്ട കാര്യം പിന്നെ നിങ്ങൾ എവിടെയുള്ള അവിടെ വന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ഫോൺ വിളിച്ച് പറഞ്ഞാൽ ലൊക്കേഷൻ അയച്ചത്. നമ്മളായിട്ടുള്ള പരിചയമേ കാണിക്കരുത്. പിന്നെ ബ്രാൻഡിയൊക്കെ കുടിക്കുമ്പോണ്ടല്ലോ ചുണ്ട് ഇങ്ങനെ പൊന്തിച്ച് കുടിക്കട്ടെ. ചുണ്ടൊക്കെ ഈ വണ്ണത്തിന് ഇടി കുത്തിട്ട് കുത്തു പിടിഞ്ഞിട്ടേ എന്താ നോക്കണേ ആഗ്രഹം ചേട്ടാ. താഴെ നല്ല ലുക്ക് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടാവില്ലേ എന്നൊക്കെ. പോയിന്റിലേക്ക് എത്തിയാൻ പോവുകയാണ്. ജൽപായ്ക്കുടി പോയിന്റ്. അവിടുന്ന് റോഡ് എന്റെ മാതിരി ബസ്സില്ല ലോറി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ലോറിയല്ല ബാലേറോ മതി. പലതോ ഇതല്ലേ അതല്ല പുറകില് ഈ അലങ്കാരപ്പണിയൊക്കെ നല്ല ചെയ്തിട്ടുണ്ടല്ലേ. ചെയ്തില്ലെങ്കിൽ കൂടി താഴെ ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നില്ലേ? രണ്ട് സൈഡിലില്ലേ മറ്റേ ഇവരെ കൈതച്ചക്കേനെ മുള്ളാണുള്ളത് അല്ലേ? കൈതോല ഉണ്ടല്ലേ? നമ്മുടെ നാട്ടിലെ കൈത ചക്കയല്ല, തെറ്റിപ്പോയി. മൂട് എവിടെ ഇരിക്കുന്നറിയോ? ഇത്ര താഴ്ന്ന മധ്യ നോക്കണോ? താഴ്ത്ത് പോയിട്ട് എന്ത് വരുന്നുണ്ട്. കഴിഞ്ഞിട്ട് ഇയാളും കണ്ടിട്ട് പേടിച്ചിട്ട് നാക്കിയതാ വായിന്നൊക്കെ പോകാൻ പോകുന്ന മാതിരി ഈ വെണ്ണീര്. ഞാൻ ഇവനെ വിളിച്ച് പിന്നെ ഞാൻ ശരിക്കും പ്രേതാന്റെ വരുന്ന മാതിരി വെള്ള ഡ്രസ്സുമാണ് ചങ്ങ ഇട്ടത്. മൊത്തം വെണ്ണീരിൽ കുളിച്ചിട്ട് എന്റെ അമ്മ ഒരു കട്ടിയെല്ലാം എടുത്തിട്ട് പോവുകയും ചെയ്തിട്ട് പിന്നെ കണ്ണാടി കൂടെ ഒക്കെ നോക്കുമ്പോ ശരിക്കും ആ മോളിൽ ഉയരം കൂടുന്നോളും റേറ്റ് കൂടും ഇവിടെ. അവിടെ എത്തും നമ്മള്. ഞാൻ മുകളിലുള്ളതാ പറഞ്ഞു. ഭഗവാൻ It's all right. ജൽപായ്. About 2.2 kilometer, keep straight on this road. വെൽക്കം ടു ഡാർജിലിംഗ്. ക്യൂൻ ഓഫ് എന്താണ് അല്ല ഈ സ്ഥലത്ത് എന്തോ ഒരു ഇതിന് പേരുണ്ട്. ക്യൂൻ ഓഫ് ഉണ്ട്. You know, so you tell me. You know? ഈ സ്ഥലത്തിന് എന്തൊരു ക്യൂൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു പേരുണ്ട്. ഡാർജിലിംഗിന് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. നമ്മൾ മറ്റേ കിഴക്കിന്റെ വെന്നീസ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ ഇവിടെ ക്യൂൻ ഓഫ് എന്തോ ആണ്. വാലി സൈഡ് അല്ലേ? കിങ് ഓഫ് മൗണ്ടൻസ്.
അത് സംഭവം സെറ്റ് ആവുക. ഇതാ ഡാർജിലിംഗ് എത്തിയിട്ടോ ഏകദേശം. 2 കിലോമീറ്റർ ഡോൽമ 1 ഇതിന്റെ റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ ഒരു ഇതാണ് ഡാർജിലിംഗ്. ഇതാ മക്കളെ തീറ്റിട്ട് ഇതിപ്പോ സ്റ്റാർട്ട് ആവുകയുള്ളൂ കേട്ടോ രാത്രി. ഇതാ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ സാധനം. വേഗമുണ്ട്. റൂം നിങ്ങൾ നോക്കിട്ടോ എന്നാല് ഞാൻ നോക്കുന്നത്. നീ ട്രെയിൻ നോക്ക്. ഞാൻ ട്രെയിൻ അമ്പോ നോക്കണം. മാർക്കറ്റാണ് തോന്നുന്നല്ലേ. ഹോട്ടൽ കൈലാസ്. ഇനിയിപ്പോ ഇവർ പുറകിൽ കൂടുതൽ സ്റ്റേഷൻ ഉണ്ടോ? ഹോട്ടൽ ന്യൂ ലെമൺ ട്രീ. ഇതാണ് സംഭവം. വണ്ടിയില്ലേ അതിനെവിടെ നോക്കിയാലും അല്ല ഇതന്നെ എത്തി ഒരു 2. You have reached your destination. The destination is to the left. നമ്മളൊരു കാര്യം ചെയ്യും, ഇവിടെ ഈ ഹോട്ടലിലും ചോദിച്ചു ഹോട്ടൽ അംബ പാലസ്. നല്ല ഭക്ഷണമല്ലേ. ആദ്യം ഭക്ഷണം കഴിച്ചാൽ പിന്നെ നല്ല ആളാങ്ങള് കേട്ടോ സുരേഷേട്ടാ. റൂമിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കുള്ളൂ. റൂമിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കുള്ളൂ. ആരാ ഇറങ്ങുന്നത്? ഞങ്ങൾ ഡാർജിലിംഗിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ തുടങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കാ വെച്ചാൽ ഞാൻ പറഞ്ഞത് കറക്റ്റ് സമയം പറഞ്ഞുതരാം. സിലിഗുരിയിൽ നിന്ന് നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? സിലിഗുരിയിൽ നിന്ന് നമ്മൾ പിന്നെ ഏകദേശം 16:10. ടൈം എത്രയാണ്? 4:10. 4:10 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഏകദേശം 8 മണിക്കാണ് നമ്മൾ എത്തിയത്. ഹോട്ടൽ അംബ പാലസിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഡാർജിലിംഗിൽ ഏകദേശം 4 മണിക്കൂർ ട്രാവലിംഗിന് ശേഷമാണ് അംബ പാലസിലെത്തിയത്. അംബ പാലസ്. ഹായ് ഹായ്. मैनेजर रिंगशन अम्बा पैलेस. नमस्कार. रिंगशन साहब को मलयालम भी आता है. कुछ फ्रेश हो जाते हैं. ഇതാണ് റൂമിലേക്കുള്ള വഴിയാണ്. തണുത്തു പോകുന്ന കേസല്ലേ, ചൂടാക്കാൻ നമ്മൾ എടുത്തിട്ടുണ്ട്. പഴയതല്ലേ 30 വർഷം മുമ്പ്. ഇത് നാട്ടിൽ നടന്നല്ലോ ഇതിനോട്ട്. നാട്ടിൽ നടന്നല്ലേ ഇവന്റെ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയതാ. ഇത് ഞാൻ കൊണ്ടുവന്നിട്ട് ഇപ്പൊ അവിടെ അതല്ലത്. അല്ലല്ല ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് കുറെ കൊണ്ട്. കോത്തിരോടുന്ന് ഇത് പേരെന്താത്? അമേരിക്കൻ. ഇത് ഞാൻ രശ്മിനോട് ചോദിച്ചാ കുറേ കാലം മുമ്പ്. എന്നോട് തുല്യതുണ്ടായിരുന്നു. പക്ഷേ വുഡൻ ഡിസൈനാണ് ടോട്ടൽ. വുഡനിലാണ് എല്ലാം. അത് നിന്റെ ഉണ്ടായിരുന്നു. എന്നെ എല്ലാം
സോഫിനോട് ഇരിക്കുമ്പോ ഒറിജിനൽ സോഫിനോട് എന്റെ നെഞ്ചാകലീയല്ലേ നിന്നെ അറിയാ